വന്നു ചേർന്ന ഈ ഒരു യോഗം നമ്മളങ്ങനെ ഇന്നത്തെ ദിവസം തന്നെ നടത്തുകയാണ്. യോഗം നടത്തുന്നതിൻ്റെ സന്തോഷം, ഒപ്പം തന്നെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ സാറിനോടുള്ള ആദരവും അതിനുള്ള ദുഃഖവും ഒപ്പം രണ്ടും ഇതിൽ സമ്മിശ്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നലെ ഉച്ച മുതൽ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക സമ്മിശ്രമായ വളരെ ഒരു വികാരമായിരുന്നു. ഇതിൻ്റെ അകത്ത് എനിക്ക് ഈ നമ്മുടെ സാറിനെ അവാച്ചൻ സാറിനെ ഞങ്ങൾക്ക് മുമ്പ് ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആളുകളിൽ ഒരാളാണ് ഞാനിവിടെ വന്നിട്ട് 25 വർഷമായിട്ടുള്ളൂ. നിങ്ങളിൽ ആരെയും തന്നെ എനിക്ക് നേരിട്ട് വ്യക്തിപരമായി പരിചയമുണ്ടെങ്കിൽ കൂടി കുറച്ച് വരെ അല്ലാത്ത ആരെയും തന്നെ നമുക്ക് പരിചയമില്ല. അങ്ങനെയുള്ളൊരു സമയത്താണ് പോയത്. സാറ് ഇവിടുന്ന് റിട്ടയർഡ് ആയിരിക്കുന്നത് 96-ലാണ്. 2026 എത്തുമ്പോൾ വീണ്ടും ഒരു 30 വർഷം കടന്നുപോയി. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ മീറ്റിംഗ് രാവിലെ കൂടാമെന്ന് വെച്ചത്. ചടങ്ങുകൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം 12 മണിയായി. 12 മണിക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വിഭാഗത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന് ഇപ്പോൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ, രണ്ടാമത് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന കഴിഞ്ഞ 76 മുതൽ 26 വരെയുള്ള പഠിച്ച് കടന്നുപോയ പൂർവ്വ വിദ്യാർത്ഥികൾ, ഒപ്പം തന്നെ അന്ന് 76 മുതൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഇവിടെ ജീവനക്കാരായിട്ടുള്ള ഈ സ്കൂളിൻ്റെ റിട്ടയർഡ് ഹാൻഡ്സ്, വിരമിച്ച അധ്യാപകർ, ഇത്ര പേരെയാണ് ഞാൻ സ്വാഗതം ചെയ്യേണ്ട ചുമതല എനിക്കുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 76 മുതൽ ഇത്രയും നാളത്തെ ഈ സ്കൂളിൽ നിന്ന് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ ക്ഷണിച്ചത്. ഇവിടെ വന്നു ചേർന്നിരിക്കുന്നവർ എനിക്ക് തോന്നുന്നത് 76 to 82 കാലഘട്ടം വരെയുള്ളവരാണ് വളരെ ഊർജ്ജസ്വലരായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടി, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കണ്ടുപിടിക്കുവാനും കൂട്ടിച്ചേർക്കുവാനും ഉള്ള ഒരു കാലഘട്ടത്തിലെ ആളുകളാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാര്യം ഒരു 2010 ശേഷമുള്ള എല്ലാ ബാച്ചുകളെ സംബന്ധിച്ചും നമ്മളുടെ കയ്യിൽ കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, കഴിഞ്ഞ ഒരു 5 വർഷത്തെ വാട്സാപ്പ് ഗ്രൂപ്പ് സിമ്പിളായിട്ട് ഇവിടെ ടീച്ചേഴ്സിൻ്റെ കയ്യിലുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ കാര്യം നമ്മൾ അവരെ അറിയിച്ചതാണ്. എങ്കിൽ കൂടി വളരെ തണുത്ത പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. പക്ഷേ ഈ പറഞ്ഞ പഴയ കാലത്ത് വളരെ സജീവമായ ഒരു പിന്തുണയും അവരുടെ ഒരു ഊർജ്ജസ്വലതയുമാണ് നമ്മളെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത്. ഈ പ്രോഗ്രാമിന് എന്നെ സംബന്ധിച്ച് എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രണ്ടാമത്തെ ടൈമിലെ മാനേജറായിട്ട് ഇരിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട MP മത്തായി കുഞ്ഞേട്ടൻ. ഞാൻ മത്തായി കുഞ്ഞേട്ടൻ എന്നാണ് വിളിക്കാറ്. അപ്പോൾ മത്തായി കുഞ്ഞേട്ടനോട് ഞാൻ ഇന്നലെ വൈകിട്ട് ഫോൺ വിളിച്ച് കിട്ടുന്നില്ല, ഞാനൊരു യാത്രയിലായിരുന്നു, വൈകിട്ട് വന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പരിപാടി, അപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞു പരിപാടി നടക്കട്ടെ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ധൈര്യം എന്ന് പറഞ്ഞത്. കാരണം അത്ര പോസിറ്റീവായിട്ട് നമ്മളുടെ ഏത് കാര്യത്തിനും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ കുറച്ചുകൂടെ മുന്നേ സഞ്ചരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും സ്നേഹാദരണീയനായ മാനേജർ ശ്രീ MP മത്തായി കുഞ്ഞ് അവരുടെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് ഒരാളെയല്ല, ഒരു വലിയ സമൂഹത്തെയാണ്. വലിയ സമൂഹം എന്ന് പറയുന്നത് ഏകദേശം 70 പേരടങ്ങുന്ന ഈ സ്കൂളിൽ പ്രവർത്തിച്ച്, അതായത് സ്കൂളിലെ 50 വർഷത്തെ പ്രവർത്തനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്കൂളിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് MSLP സ്കൂളാണ്. ഇന്നലെ MSLP സ്കൂളിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു. 95ാമത് ആനിവേഴ്സറിയാണ് ആഘോഷിച്ചത്.
അതായത് ഇനി 5 വർഷം കൂടി കഴിഞ്ഞാൽ ശതാബ്ദി ആഘോഷിക്കാൻ പോകുന്ന MSLP മുതൽ തുടങ്ങുന്ന, അതിനുശേഷം 86 വർഷം പിന്നിട്ട ബോയ്സ് ഹൈസ്കൂള്, 50 വർഷം പിന്നിടുന്ന ഗേൾസ് ഹൈസ്കൂള്. ഈ സ്കൂളിൽ പ്രവർത്തിച്ച് അവരുടെ നല്ല യൗവനം മുഴുവൻ സ്കൂളിലും വിദ്യാർത്ഥികൾക്കും വേണ്ടി ചെലവഴിച്ച പൂർവ്വ അധ്യാപകര്, പൂർവ്വ അനധ്യാപകര്, അതിൻ്റെ അകത്ത് എല്ലാവരെയും തന്നെ വ്യക്തിപരമായിട്ട് ക്ഷണിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നത് ഞങ്ങളുടെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളും ഒത്തിരി പേരെ ക്ഷണിക്കുകയും വളരെ സന്തോഷത്തോടെ അവരെല്ലാം ഈ ചടങ്ങ് മോടി കൂട്ടുന്നതിന് വേണ്ടി എത്തിച്ചേരാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നതാണ്. ഏകദേശം നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലാസ്റ്റത്തെ ഒരു കണക്കെടുത്തപ്പോൾ ഏകദേശം 40 പേരുടെ അടുത്ത് നമുക്കൊരു കൺഫർമേഷൻ ഞങ്ങൾ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തരുവാൻ ഉള്ള പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് തരുവാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഈ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതായിരുന്നു. അതിൻ്റെ അകത്തേക്ക് കടന്നു വന്ന പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ പൂർവ്വ അധ്യാപകരെയും ജീവനക്കാരെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് എനിക്ക് സ്വാഗതമാണ് ആശംസിക്കേണ്ടത് ഔപചാരികതയുടെ പേരിൽ ഞങ്ങളുടെ PTA പ്രസിഡന്റ്, ഞങ്ങളുടെ MPTA പ്രതിനിധി, ഇവർ രണ്ടുപേരുണ്ട്. അവർ രണ്ടുപേരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് നിങ്ങളെ ഓരോരുത്തരെയുമാണ്. അതിന് എനിക്ക് വാക്കുകൾ വളരെ കുറവാണ്. നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ 50 വർഷത്തിൻ്റെ പിന്നിലേക്കുള്ള ഓർമ്മകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തിയും നിങ്ങൾ സ്കൂളിനോട് കാണിക്കുന്ന സ്നേഹവായ്പ കാണുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല. എങ്കിൽ കൂടി ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് തോന്നിയത് ഒരു വലിയൊരു കാര്യം, കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു നമ്മളുടെ ആദ്യത്തെ മീറ്റിംഗ് കൂടിയത്. ആദ്യത്തെ മീറ്റിംഗ് കൂടിയതിനു ശേഷം ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് അത്ര ഉഷാറായ വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല. എങ്കിൽ കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ സംഭവിച്ച ഒരു കാര്യം എനിക്ക് തോന്നുന്നത് പല പല ബാച്ചുകളും കൂടെയുള്ള ആളുകളെ തപ്പിപ്പിടിക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും ബന്ധപ്പെടുന്നതിനും നല്ല എഫേർട്ട് എടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ പല ബാച്ചുകാരും ആ സമയത്ത് ഞങ്ങളുടെ കൂടെ പഠിച്ച ആളുകളുടെ ലിസ്റ്റ് തരുമോ, ഞങ്ങളുടെ കൂടെ പഠിച്ചവരെ ബന്ധപ്പെടാനുള്ള മാർഗം എന്ത്, ഇനി കുറച്ച് പേരുണ്ട് അവരുടെ അഡ്രസ്സ് തരാമോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരിയേറെ എൻക്വയറീസ് എൻ്റെ അടുത്തേക്ക് വന്നു. വളരെ നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ വളരെ പോസിറ്റീവ് ആവുന്നത്. അപ്പൊ അങ്ങനെ കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അടുത്തൊരു കാര്യം മനസ്സിലായത്, ഈ കൂടിച്ചേർന്ന ആളുകൾ ഒരു തവണ ഒരു കൂടിച്ചേരൽ കൊണ്ട് നിർത്തിയില്ല. പിന്നെ 1ഉം 2ഉം വട്ടം കൂടി ചേർന്ന മുൻ ബാച്ചുകളുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലേക്ക് നമ്മളെ എന്താ പറയുക എത്തിച്ചത്. അങ്ങനെ ഇവിടെ വന്നു ചേരാൻ ആഗ്രഹിച്ചിട്ടും ഇന്ന് സാഹചര്യവശാൽ എത്തിച്ചേരാൻ പറ്റാത്ത എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു സ്വാഗതത്തിന്റെ ഔപചാരികത സത്യത്തിൽ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവയ്ക്കണമെന്നുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം ആലോചിച്ച കാര്യം, നമ്മൾ ഇത്രയും ആളുകളെല്ലാം വിളിച്ചു കൂട്ടുന്നു, നമ്മളെങ്ങനെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്ലാൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ നമ്മളുടെ ഗുരുഭൂതരെയെല്ലാം ആദരിക്കണം എന്നൊരു ചടങ്ങ് നമ്മൾ ആ സമയത്ത് മനസ്സിൽ വെച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ഒരു ചടങ്ങ് കൂടി പ്രോഗ്രാമിൽ വെച്ചിരുന്നു. അതിന്റെ ഭാഗമായി നമ്മളെല്ലാവർക്കും കൊടുക്കുവാനായി ഒരു ചെറിയ സ്നേഹോപകാരവും തയ്യാറാക്കിയിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ആ ഒരു കാര്യം നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. എങ്കിൽ കൂടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നേഹം അത് വീഞ്ഞ് കണക്കാണ്. വ്യക്തിച്ച് പഴകുന്തോറും അതിൻ്റെ വീര്യം കൂടുമെന്ന് പറയുന്നതാണ്.
നമുക്കത് കൊടുത്തേ പറ്റുള്ളൂ. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യമാണ്. അതിൽ എനിക്ക് ഞാൻ ഈ ഗ്രൂപ്പിലെ കുറച്ച് കമ്മിറ്റി എന്ന രീതിയിൽ 5-7 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുമായി സംസാരിച്ചതും എനിക്ക് തോന്നി അതിൻ്റെ ഒരു പ്രായോഗികമായ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ജൂബിലി വർഷത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ആരംഭ പരിപാടിയായിട്ടാണ് നമ്മൾ ഒരു ദിവസത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വെച്ചത്. ഈ 30-31 തീയതികളിലാണ് ഈ വർഷത്തെ നമ്മളുടെ സ്കൂളിന്റെ ആനിവേഴ്സറി നടക്കുന്നത്. അതിൽ പ്രധാന പരിപാടി 30-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനമാണ്. 30-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് നമ്മൾക്ക് ഇന്ന് മുടങ്ങിപ്പോയ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മാറ്റിവെക്കുന്ന ഈ സ്നേഹാദരവ് അന്ന് നമ്മൾക്ക് തരാമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്ന എല്ലാ പൂർവ്വ അധ്യാപകരും ജീവനക്കാരും ഇന്ന് വന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ആ സമ്മേളനത്തിൽ കൂടി പങ്കെടുക്കണമെന്ന് ഏറ്റവും വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അലുമിനി അസോസിയേഷൻ കൂടിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അവര് നമ്മളെന്താണ് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെയുള്ള ഒരു വാചകം ഞാൻ പറയാം, ഞങ്ങൾ എന്താണ് സ്കൂളിന് ചെയ്യേണ്ടത്. എല്ലാ ബാച്ചുകാരും വിളിച്ചിട്ട് ഏകദേശം ഇതേ അർത്ഥം വരുന്ന ഒരു വാചകമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ എന്താണ് സ്കൂളിന് ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിലും മാനേജർ പറഞ്ഞു സ്കൂളിലേക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മൾക്ക് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, നമ്മളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോഴും ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. നമ്മളുടെ സ്കൂളിലേക്കുള്ള ഒരു കാര്യമല്ല, പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ആണ് നമ്മൾ ഏറ്റവും പ്രൊമോട്ട് ചെയ്ത് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു കാരുണ്യം എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ച് ആവിഷ്കരിച്ചിരുന്നു. ആ പരിപാടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. നമുക്കറിയാം ബൈബിളില് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും മഹത്തരമായ പ്രസംഗം എന്ന് പറയുന്നത് ബൈബിളിലെ ഗിരിപ്രഭാഷണമാണെന്നാണ് പറയപ്പെടുന്നത്. ഗിരിപ്രഭാഷണത്തില് 9 ഭാഗ്യവാന്മാരെ കുറിച്ചാണ് പറയുന്നത്. 9 ടൈപ്പ് ഭാഗ്യവാന്മാരാണുള്ളത്. നമ്മളെല്ലാം ഭാഗ്യവാന്മാരാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഈ ഭാഗ്യവാന്മാരുടെ വർണ്ണനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആ കാര്യങ്ങൾ വായിക്കുമ്പോൾ 2 കാര്യങ്ങളാണുള്ളത്. 2 തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നീതിക്ക് വേണ്ടി വിശക്കുന്നവരും നീതിയുള്ളവരും എന്നാണ്. പക്ഷെ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. പക്ഷെ അതിലേറ്റവും മനോഹരമായ ഒരു വാചകം ഇതാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്നാണ്. കരുണയുള്ളവന് മാത്രമാണ് എന്ത് ലഭിക്കുന്നുള്ളൂ, കരുണ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് അതാണ് നമ്മളുടെ പ്രോഗ്രാമായിട്ട് നമ്മൾ ചെയ്തത്. കാരുണ്യം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികളെയും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ഈ വർഷം തുടക്കത്തില് നമ്മൾ ഒരു ദിവസം ഒരു ചെറിയ ഫണ്ട് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഫണ്ട് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുഞ്ഞു മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന കണക്ക് 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും 1-2 കുട്ടികൾ വന്നിട്ട് നമ്മളിങ്ങനെ പദ്ധതിയൊക്കെ വിശദീകരിച്ചിട്ടാണ് ഈ ഫണ്ട് കളക്ഷൻ തുടങ്ങണേ. അവർ വന്ന് വളരെ ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞു, ഈ പറയുന്ന കാറ്റഗറിയിൽ പെട്ടയാളാണ് ഞങ്ങൾ, അപ്പൊ പിന്നെ ഞങ്ങൾ വല്ലതും തരണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉറപ്പായിട്ടും തരണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നമ്മുടെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ഈ കാര്യങ്ങൾ ചെയ്യാം. നമ്മളിപ്പോ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ എന്താ പറയുക 75ാം വാർഷികം ബോയ്സ് സ്കൂളിൽ ആഘോഷിച്ചപ്പോൾ ഞാൻ ഇതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. 3 വീടുകളാണ് നമ്മൾ വെച്ചു കൊടുത്തത്. വീടുകൾ വെച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് അതിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം തീരെ കുറഞ്ഞു പോകും. ചെലവ് നമ്മളെക്കാൾ താങ്ങുന്ന ഞങ്ങൾക്ക് ഇപ്പൊ 350 കുട്ടികളാണുള്ളത്. അതിനേക്കാൾ ഒത്തിരി അത്രയും പേരിൽ നിന്നുമൊക്കെ കളക്ട് ചെയ്യുമ്പോൾ വലിയൊരു തുകയാവുകയും ചെയ്യുന്നു. ഈ തവണ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി കുറഞ്ഞ ആളുകള്, വീടിന് അടച്ചുറപ്പില്ലാത്ത ആളുകള്, വീടിന് ചുമ്മാ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കിടക്കുന്ന ആളുകള്, അങ്ങനെയുള്ള ആളുകളെ പരിഗണിക്കുക എന്ന് പറയുന്നതാണ് ഞങ്ങൾ ഈ തവണ ഉദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്.
ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഏകദേശം PTA പ്രസിഡന്റും മാനേജറും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ടോയ്ലറ്റിന് ഏകദേശം 25,000 to 30,000 രൂപ ചെലവ് വരും. വാതിലൊരു 5,000 രൂപ ചെലവ് വരും. ജനലൊരു 1,500 രൂപ ചെലവ് വരും. അങ്ങനെയൊക്കെ ഏകദേശം ചെലവ് വരുമ്പോൾ നമ്മൾക്കൊരു 25 കുട്ടികളുടെ അടുത്ത് നമ്മൾ അതിൻ്റെ ആവശ്യക്കാരായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഏകദേശം 4 to 5 ലക്ഷം രൂപ ടോട്ടൽ എക്സ്പെൻസാണ് നമ്മൾ അതിനെ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു കാര്യത്തിലേക്ക് മാനേജറുടെയും സ്കൂൾ ഹെഡ് മാസ്റ്ററുടെയും പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ഞങ്ങൾ നിലവിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ജൂലൈക്ക് മുമ്പായിട്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ എന്താ പറയുക കൈത്താങ്ങലുകൾ പ്രതീക്ഷിക്കുന്നു. ഇനി എനിക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് ഒരു ഔപചാരിക പ്രോട്ടോകോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മറ്റു പരിപാടികൾ വൈകുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷൻ ഇന്ന് എനിക്ക് ഉണ്ടായില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളെത്തിയിട്ട് ഏകദേശം 10-25 വർഷം അല്ലെങ്കിൽ 30 വർഷമൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് കൂടിച്ചേരുന്ന ഒത്തിരി നാളത്തെ കണ്ടുമുട്ടുന്ന ആളുകളാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയുക എന്ന് പറയുന്നതും നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് സംസാരിക്കുക എന്ന് പറയുന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ചടങ്ങായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സമയം ക്ഷമിക്കുക. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായിട്ട് സെൻസിറ്റീവ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ ഏറ്റവും ബഹുമാന്യനായ സ്കൂളിന്റെയും മാനേജരായ ശ്രീമാൻ മത്തായി കുഞ്ഞ അവരുകളാണ് അധ്യക്ഷ പദം അലങ്കരിക്കുന്നത്. സാറിന് ഏറ്റവും ബഹുമാനത്തോടെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ആദരണീയനായ CG ജോർജ് സാർ, സ്കൂൾ HM മാർട്ടിൻ സൈമൺ, PTA പ്രസിഡന്റ് ഷാജു, മാതൃസംഘം ചെയർപേഴ്സൺ മിനി സുധാകരൻ, ഗുരുഭൂതന്മാരെ, പൂർവ്വ വിദ്യാർത്ഥികളെ 95 വർഷം മുമ്പ് ചലാട് സെന്റ് സ്റ്റീഫൻ ക്രിസ്ത്യാനിയ യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ ഊഞ്ഞാപ്പാറ മാർസഫലോസ് ലോവർ പ്രൈമറി സ്കൂൾ ആരംഭിച്ച് അതിൽ നിന്ന് LP സ്കൂൾ, UP സ്കൂൾ, 2 ഹൈസ്കൂളായി തിരിഞ്ഞ് ഇപ്പോൾ ഹയർ സെക്കൻഡറിയുമായി പ്രവർത്തിച്ചു വരുന്നു. വിദ്യാർത്ഥികളുടെ കൂടുതൽ സമ്പത്ത് കൂടി കഴിഞ്ഞപ്പോൾ കീരപ്പാറ ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും എന്ന ഒന്നിച്ചായിരുന്നു. അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്ന കാലത്ത് 1976 ബഹുമാന്യനായ അന്നത്തെ മാനേജർ T. കുരുള അവർ ഈ സ്കൂളിനെ 2ആയി വിഭജിച്ച് സെന്റ് സ്റ്റീഫൻസ് ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളുമായി 2ആയി തിരിച്ചു. ഈ കൂട്ടത്തിലിരിക്കുന്ന പലരും അന്നത്തെ കാലത്ത് മോളിൽ നിന്ന് ഓടും പട്ടിയും കഴികോലവും ചോർന്നുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ സ്കൂൾ വിഭജിച്ച് അതിനുശേഷം 2013 കാലഘട്ടത്തിൽ വീണ്ടും പുതുക്കി പണിത് ഏകദേശം ഒരു ജൂനിയർ കോളേജ് സ്റ്റൈലിലായി മാറിയിരിക്കുകയാണ്. 50 വർഷം പൂർത്തീകരിക്കുന്ന ഈ സ്കൂളിന് അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ്. ഇവിടെ ഇതിനു മുമ്പുള്ള യോഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വടാട്ടുപാറ, കുട്ടമ്പുഴ, പൂയംകുട്ടി, മാമലക്കണ്ടം, പിണോർകൂടി എന്നിവരിൽ നിന്നൊക്കെ വരുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവരാണ്. അവർക്ക് സ്വന്തമായി പെൺകുട്ടികളാണെന്നല്ലോ സ്വന്തമായിട്ടൊരു ടോയ്ലറ്റ് ഇല്ല, അടച്ചുറപ്പുള്ള വീടുകളില്ല, ഇരുന്ന് പഠിക്കാൻ മേശ, കസേര അങ്ങനെയുള്ള ഇതില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികളൊക്കെ ഇവിടെ എത്തിക്കുന്നത് പള്ളിക്കാര്യത്തിൽ നിന്ന് ചെലവഴിച്ച് 7 ബസ്സുകൾ ഓടിയാണ് ഈ കുട്ടികളെ ഇവിടെ എത്തിക്കുന്നത്. സാമ്പത്തികമുള്ള കുട്ടികളിൽ നിന്ന് അതിന് ബസ് ഫെയർ മേടിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് ഫ്രീ കൊടുത്തിട്ടാണ് ഈ സ്കൂൾ നടന്നു പോകുന്നത്. അതിനുള്ള സഹകരണമാണ് നിങ്ങൾ എന്തും ചെയ്യും. PTA-ക്കാരെ ഇവിടെ മാർട്ടിൻ സൈമൺ പറയും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് എന്നാണ്. HM മാർട്ടിനും PTA പ്രസിഡന്റ് ഷാജിയും ഒക്കെ കൂടി പല വീടുകളിൽ നിന്ന് സന്ദർശിച്ചപ്പോൾ അവരുടെ ടോയ്ലറ്റിന്റെ വാതിൽ എന്ന് പറയുന്നത് സാരി തുമ്പ് തൂക്കി അടച്ചിരിക്കുകയാണ്. അങ്ങനെ അവസ്ഥയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്ന ബഹുഭൂരിപക്ഷം. അവരെ എല്ലാവരെയും നമ്മുടെ അനുജത്തിമാരാണ്. അവരെ പരിരക്ഷിക്കേണ്ട കടമ നമ്മൾ
ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കി ഉള്ള കാര്യങ്ങളാണ് ശ്രീ മാർവിൻ സൈമൺ ഇപ്പോൾ പറഞ്ഞത്. ഇന്ന് ഇതിൽ വലിയ ഗംഭീരമായ പരിപാടി നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഈ സ്കൂളിൽ മുൻ അച്ഛനായിരുന്ന CK സാറിൻ്റെ നിര്യാണം മൂലമാണ് അത് ചുരുക്കുന്നത്. CK സാറിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേരുകയാണ്. 30-ാം തീയതി ഗോൾഡൻ ജൂബിലിയുടെ ഉദ്ഘാടനം നടക്കും. ബഹുമാനപ്പെട്ട MP, MLA ആ സമയത്ത് ഈ സ്കൂളിൻ്റെ ശില്പിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട T. കുറുള്ള അവരുകളെ ആദരിക്കും. മുൻ മാനേജർമാർ, പൂർവ്വ അധ്യാപകർ ഇവരെയൊക്കെയും ഈ ഇവിടെ വച്ച് ആദരിക്കുകയാണ്. ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് ഈ ഇരിക്കുന്ന ഓഡിറ്റോറിയം നവീകരിക്കും. അതാണ് പള്ളിക്കാരിൽ നിന്ന് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നിങ്ങളെയും മാർട്ടിൻ സാറിനെയാണ് ചുമതലപ്പെടുത്തുന്നത്. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായം നിങ്ങൾ ഇതുവരെ കാണിച്ച എല്ലാ സഹായങ്ങൾക്കും നന്ദി പറയുന്നു. സെൻറ്റ് സ്റ്റീഫൻ എഡ്യൂക്കേഷൻ ഏജൻസിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് ദൈവം തെളിയിച്ച് ബഹുമാനപ്പെട്ട മാനേജരും അതുപോലെ തന്നെ പൂർവാധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് നമ്മൾ നാം ലിപ്തം ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് ഓർമ്മ പുതുക്കലാണ്. 1976 മുതൽ 2025 ബാച്ച് വരെ പാസ്സായ കുട്ടികളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സ്കൂളിൽ. അപ്പോൾ അവരുടെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി അധ്യാപകരുടെ പക്ഷത്തു നിന്നും ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ മാനേജറായും അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളായും റിട്ടയർ ചെയ്ത ഏറ്റവും ബഹുമാനായ CG ജോസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ബഹുമാനത്തോടെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി സാറിനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ മാനേജർ സ്നേഹമുള്ള ആൾക്കാരിക്കുഞ്ഞ്, സ്കൂളിലെ ഹെഡ് മാസ്റ്റർ മാർട്ടിൻ സാറ്, PTA പ്രസിഡന്റ്, മാതൃസംഘം ചെയർപേഴ്സൺ, സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, ഈ സ്കൂളിലെ അധ്യാപക ശ്രേഷ്ഠരെ, അനധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, ഒരു അനുശോചന യോഗം കഴിഞ്ഞുള്ള മീറ്റിംഗിൽ ഞാൻ കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജൂബിലി പരിപാടിയുടെ ഇതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് വിപുലമായി തന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ താമസിച്ചുപോയി. ബഹുമാനപ്പെട്ട മാനേജരുടെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായ പ്രഖ്യാപനം ഞാൻ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഹോള് പണിത് ഒരു പുതിയ ഹോളായിട്ട് മാറ്റി തരാൻ അദ്ദേഹം ശ്രമിക്കുമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള പള്ളിയുടെ പേരിലുള്ള സ്നേഹം ഞാൻ ആദ്യം അറിയിക്കുന്നത്. ഒപ്പം അറിയിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെ ബോയ്സ് ഹൈ സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാമതൊരു ഹോള് പണിത് കൊടുത്തത് നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാനേജർക്ക് എല്ലാ അഭിനന്ദനം അറിയിക്കുന്നു. തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ സ്കൂളിന് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വിഭാവനം ചെയ്യുന്ന ആ
ടോയ്ലറ്റ് സംവിധാനത്തിൻ്റെ കുറവുകൾ. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ യജ്ഞം ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും തിടുക്കത്തിലും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിന് എല്ലാ ആശംസകളും നേടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വരാൻ താമസിച്ചു പോയതുകൊണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥികളെ നേരിൽ കാണുന്നതിനുള്ള ഭാഗ്യമുണ്ടായില്ല. ക്ഷമിക്കണം. ഈ യോഗത്തിൽ നമുക്ക് എല്ലാവർക്കും കാണുകയും തുറന്നുള്ള പരിപാടികൾ പങ്കെടുക്കുകയും നമ്മുടെ ഈ സംരംഭം ഒരു വൻ വിജയമാക്കി തീർക്കുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായിട്ട് ഏതൊരു അധ്യാപകനും ഇപ്പോഴിവിടെ പ്രസന്റ് ആയിരിക്കുന്ന ആരെയും വളണ്ടിയറായിട്ട് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ പൂർവ്വകാല ഈ സ്കൂളുമായി ബന്ധപ്പെട്ടതും നിങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്നതിനുള്ള അവസരമാണ്. ഇതിപ്പോ സാറിന്റെ വേദിയിലെ വിശിഷ്ടാതിഥികളെ, വിശിഷ്ടായിരുന്ന മാനേജർ, സ്കൂളിലെ മാത്യു സാർ, ഞങ്ങളുടെ എല്ലാം നേതൃസ്ഥാനീയനായി നിയമിക്കപ്പെടുന്ന ജോർജ് സാർ, PTA പ്രസിഡന്റ്, ചെയർപേഴ്സൺ, സഹപ്രവർത്തകരായിരുന്ന പ്രിയമുള്ളവരെ, പൂർവ്വ വിദ്യാർത്ഥിനികളെ, മാതാപിതാക്കളായിരിക്കുന്നില്ലാതെ ഇപ്പോൾ ഉള്ള കുട്ടികളുണ്ടോ കൂടെ ഉണ്ടെങ്കിൽ അവരും എല്ലാവരെയും നമിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു തിരിഞ്ഞതാണ് അല്ലേ? അതിൻ്റെ ഒരു ആവർത്തനം വീണ്ടും ഉണ്ടാകും എന്നുള്ള വലിയ സന്തോഷത്തോടെയാണ് ഈ മിനിഞ്ഞാന്ന് വരെ കഴിഞ്ഞുകൂടിയത്. ജിൻസി ടീച്ചർ ക്ഷണിച്ചപ്പോഴും ഉള്ളിൽ ആ ഒരു സന്തോഷം, ഒന്നുകൂടി കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഒന്ന് അടിച്ചു പൊളിക്കാലോ എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്നത്. പിന്നെ മീനാപ്പോഴും വിളിച്ചു, എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി yes. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഒരു വലിയ സങ്കടം നമുക്ക് വന്ന് ഭവിച്ചത്. സാറിൻ്റെ തിരോധാനം അത് വല്ലാത്തൊരു ഷോക്കായിട്ടുണ്ട്. രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ ഷോക്കോട്ടെ കണ്ടേച്ചാൽ മരുന്നേ, സീന എലിയാസും സിനി എലിയാസും. എലിയാസാറിൻ്റെ മക്കളാണ്, ഞാൻ പഠിപ്പിച്ചതാണ്. അവിടെ പോയി കണ്ടു, അവരെ ആശ്വസിപ്പിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടോ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു പിന്നെ ഒരു കിട്ടുന്നില്ല, ഓർമ്മ പങ്കിടലാണല്ലോ വന്നത്. അപ്പോൾ അതിലേക്കൊക്കെ ഒരുപാടങ്ങ് കടക്കാൻ കഴിയണില്ല. അന്നത്തെ സമ്മേളനം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടെ വെച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 റൂംസായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ഞാനത് കിടന്ന് കോതമംഗലത്തിന് പോകാനായിട്ട് അതിൻ്റെ ആണുങ്ങളുടെ ഭാഗത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ സ്ത്രീകളിരിക്കുന്ന ഭാഗത്തുനിന്ന് സാധനയൊരു വിളിയോ കിട്ടും. തിരിഞ്ഞു നോക്കിയപ്പോൾ കാണാൻ നല്ല ഐശ്വര്യമുള്ള ഒരു പ്രായമുള്ള സ്ത്രീ, തലയിൽ പിന്നെ വെള്ളിക്കമ്പികളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ എനിക്കൊരു സംശയം, വിളിച്ചത് അവർ തന്നെയായിരിക്കും. കൂട്ടത്തിലൊരു പെൺകുട്ടിയുണ്ട്, ഇവിടെ 8ലോ 9ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ശങ്കിച്ചു നിൽക്കുമ്പോൾ അവരെ ഓടി ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വന്നു, കൈ പിടിച്ചിട്ട് പറഞ്ഞു, സാർ അറിയില്ല എന്നെ. അപ്പം ഞാനൊന്ന് പകച്ചു. അപ്പം പിന്നെ ഞാൻ പതിവായിട്ട് പറയാറുള്ള ഒരു ആഗ്രഹം പറഞ്ഞു, നല്ല മുഖപരിചയമുണ്ട്, ഒന്നും കിട്ടണില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, സാറേ ഞാൻ മേരി പെട്ടെന്ന് എനിക്ക് ക്ലിക്കായി. PK മേരിയെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് പീക്കിരിന്നാണ്. അവിടെ ഒന്ന് സന്തോഷത്തോടെ, അപ്പോഴാണ് ഞാൻ എൻ്റെ ആ എത്രയോ
40 കൊല്ലം മുമ്പോ മറ്റോ പഠിപ്പിച്ചുള്ള ഒരു കുട്ടിയാണ്. ആ പീക്കിരി എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ ആ പീക്കെ ഏരിയ എനിക്ക് പിടികിട്ടി. അപ്പോ ആ കുട്ടി വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുക. ആ കുട്ടിയോട് ഞാനിങ്ങനെ ചോദിക്കാൻ തുടങ്ങുമ്പോ ആ കുട്ടി പുതുപ്പുസ്താറല്ലേ, ഞാൻ ആദ്യമായി കാണുന്ന കുട്ടിയാണ്. ആ കുട്ടി എന്നോട് ചോദിക്കുക, അത് ഈ പീക്കിരിയുടെ മോക്കടെ മോളാ. ആ മോള് ഇവിടെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഈ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ വെല്ലുവിളിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അങ്ങനെ വന്ന് നിൽക്കുന്നതാണ് നിരീക്ഷയില്. അവിടെ സാറിനെ ചോദിച്ചപ്പോ ഞാനൊന്ന് കിട്ടുപോയി. അപ്പൊ പറയാ, സാറിനെ എൻ്റെ അമ്മച്ചിക്കും അപ്പച്ചനും ഒക്കെ അറിയാം, കണ്ടിട്ടില്ലെങ്കിലും അറിയാം, ഈ വെല്ലുവിളിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെന്ന്. നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു സന്തോഷം ഒരു പഴയ 40 വർഷം മുമ്പ് പഠിപ്പിച്ചിട്ടൊരു കുട്ടി, ആ കുട്ടിയുടെ കുടുംബം, അവരെല്ലാം ആ കുട്ടിയിലൂടെ എന്നെ അറിയുന്നു. അതിൽ വലിയൊരു ഭാഗ്യം ഒരു അധ്യാപകനെ സംബന്ധിച്ചുണ്ട്. അപ്പോ ഇനിയും പറയാൻ ഒരുപാടുണ്ട്, പറയാൻ ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പറയാൻ ഞാൻ കടക്കുന്നില്ല. നമുക്കിനി വലിയ ഈ സങ്കടമൊക്കെ നമുക്ക് നീക്കി വെച്ച്, കാലം കഴിക്കാത്ത മുറിവുകളില്ലല്ലോ. അപ്പോൾ ക്രമേണ നമുക്ക് സന്തോഷത്തിലേക്ക് മടങ്ങി വരാം. 30, 31 തീയതികളിലെ ആഘോഷ പരിപാടികളിൽ നമുക്ക് സകലതും മറന്ന്, എല്ലാം മറന്ന് ഭംഗിയായിട്ട് അത് ആചരിക്കണം. ഇവിടെ ആഹ്വാനം ചെയ്തതുപോലുള്ള അതിൻ്റെ കൈത്താങ്ങുകളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വർത്തിക്കാം. അങ്ങനെ എല്ലാം വളരെ ഭംഗിയാക്കി ആഘോഷമാക്കി ഈ സ്കൂളിൻ്റെ സ്വർണ്ണ ജൂബിലി എന്നും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭവമാക്കി മാറ്റാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. Thank you, sir. Thank you very much for a valuable speech. ആരെങ്കിലും ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ ഇനി നമ്മുടെ അനധ്യാപകരായിട്ട് നമ്മുടെ എല്ലാത്തിനെയും ചുക്കാൻ കഴിക്കുന്ന ഈ റിട്ടയർ ആവുന്നവരെ എല്ലാവരെയും ഒരു ഞാനിൽ പ്രവർത്തകരെക്കൊണ്ട് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ഓസിയാണ് ചേട്ടൻ. ഈ സ്കൂളിലെ സീനിയർ ക്ലർക്കായിട്ട് റിട്ടയർ ചെയ്തു. എല്ലാ കാര്യങ്ങളിലും സ്കൂളിനോടൊത്ത് സ്കൂളിന്റെ എന്ത് പ്രവർത്തനങ്ങളിലും എപ്പോൾ വിളിച്ചാലും കൂടി വരുന്ന എൽദോസിയുടെ ഏറ്റവും സ്നേഹപൂർവ്വം ബഹുമാനപുരസ്സരം ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന മാന്യനായ സ്കൂൾ മാനേജർ അധ്യക്ഷൻ, ഈ സ്കൂളിൻ്റെ പ്രഥമ പ്രിൻസിപ്പളായിരുന്ന ശ്രീ ജോർജ്, ഈ സ്ഥാപനത്തിലെ PTA പ്രസിഡന്റ്, മാതൃസംഘം ചെയർപേഴ്സൺ, എന്നെ പഠിപ്പിച്ച ഏതാനും ചില ഗുരുപ്രധാന്മാർ ഈ എൻ്റെ മുന്നിലിരിപ്പുണ്ട്. അവരെയും കൂട്ടത്തിൽ സ്ഥാപനത്തിൽ എന്നോടൊപ്പം ജോലി ചെയ്യുവാൻ അവസരമില്ല മറ്റ് റിട്ടയർ ചെയ്ത അധ്യാപകർ, ഈ സ്ഥാപനത്തിൽ സുദീർഘമായി സേവനമനുഷ്ഠ മറ്റാരെങ്കിലും പദങ്ങളിൽ അവരെയും, ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, വന്നു ചേർന്നിരിക്കുന്ന എൻ്റെ സഹോദരിമാരെ, എൻ്റെയും നിങ്ങളുടെയും പ്രായ വ്യത്യാസം ഞാൻ 69 പൂർത്തീകരിച്ചു. ഏറ്റവും ആദ്യത്തെ ബാച്ച് 65 വയസ്സും പൂർത്തീകരിച്ചു. ഞാൻ നിങ്ങൾ തമ്മിലുള്ള അന്തരം കേവലം 4 വർഷമാണ്. സഹോദരിമാർ, ഞാൻ ആദ്യമേ മുന്നമേ ഒരു കാര്യം അറിയിക്കുന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഹൈമി ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടോ? ഇല്ല, ഹൈമി ഇപ്പോൾ വന്നിട്ടില്ല. മറ്റൊന്നുമല്ല, ഹൈമി പോളിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുകൊണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, എനിക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു ഓൾഡ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഹൈമി പോളിന് എല്ലാവിധ ജന്മദിന ആശംസകളും ആദ്യം അർപ്പിക്കും. മറ്റാരുടെയും കോൺടാക്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞു. മറ്റൊന്ന്, ഇന്ന് എന്നെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ ഒരു അവസരം എന്ന് പറയാൻ
എൻ്റെ ഗുരുഭൂപനായിരുന്നു ശ്രീ കെ സാർ. ഈ കിരമാല സെൻറ്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിൽ പഠിക്കാൻ വന്നപ്പോൾ എൻ്റെ മാത്സ് എന്ന വിഷയം പഠിപ്പിച്ച 3 അധ്യാപകരും എനിക്ക് മറക്കാൻ പറ്റില്ല. അതിൽ ഒരാളാണ് ചരമ പറഞ്ഞ ശ്രീ കെ സാർ സുഖമില്ല എന്നുള്ള അവസ്ഥ അറിഞ്ഞപ്പോൾ തന്നെ എന്നെ ബീനാപ്പൂർ അറിയിച്ചു. ആദ്യമേ അറിയുന്നത് ബീനാപ്പൂരിൽ നിന്നാണ്. തത്സമയത്ത് ഞാൻ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ PP മെയിൻ ടീച്ചർ എന്നോട് പറഞ്ഞു, ഈ മെയിൽ കൊണ്ട് പോകരുത്, അല്പം യാത്രാ ബുദ്ധിമുട്ടൊക്കെയുള്ള ആളായിരുന്നു. അപ്പം പിന്നെ വീട്ടിൽ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ KAM ടീച്ചറെ ഫോണിൽ വിളിച്ചു. KAM ടീച്ചറിൻ്റെ നാത്തൂനാണ് CK സാറിൻ്റെ മൂത്തമക്കൾ. അപ്പം അതുകൊണ്ട് വിവരങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് അത്ര സുഖകരമല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ തൃപ്തനായില്ല. പിറ്റേ ദിവസം വീണ്ടും 22-ാം തീയതി വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചേച്ചിയെ കണ്ടു, മക്കളെ കണ്ടു, എല്ലാ രീതിയിലുള്ള ആശ്വാസവചനങ്ങൾ ഞാൻ പറഞ്ഞു. 1 മണിക്കൂറോടെ ചെലവഴിച്ചു. ഞാൻ വീട്ടിലേക്ക് പോയി. വീണ്ടും ആ സാറിൻ്റെ കിടപ്പ് അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇത് സാറിന് ഈ ലോകത്തിൽ നിന്നുള്ള വേർപിരിയാനുള്ള അവസരമായിരിക്കുന്നു എന്നെനിക്ക് തോന്നി. ആയിരം വെളിച്ചത്തിൽ വീണ്ടും ഞാൻ പിറ്റേ ദിവസം ഇന്നലെ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ ചെയ്ത ഒരു നടപടി, ന്യൂറോ ഡോക്ടറെ നേരിൽ കാണണമെന്ന് എനിക്ക് ആഗ്രഹം. ഞാൻ പെർമിഷൻ മേടിച്ചു. ന്യൂറോ ഡോക്ടറെ കണ്ടു. അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് എനിക്കെല്ലാം റിപ്പോർട്ട് തന്നു. റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ കുടുംബന്മാരും എല്ലാവർക്കും വോയിസ് മെസ്സേജ് ഇട്ടു. അത്യന്തം ഗുരുതരമാണ്, അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞു. എപ്പോൾ ഏത് നിമിഷവും കഴിഞ്ഞു സാറിന് അന്ത്യം സംഭവിക്കാമെന്ന് അതിൽ തന്നെ കഴിയും. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു സാറിൻ്റെ മരണം. സാറിൻ്റെ അവസാനത്തെ പെൻഷൻ ഈ മാസത്തിലെ ഈ ജനുവരിയിലെ പെൻഷൻ എൻ്റെ കൈകൊണ്ടാണ് ചെക്ക് എഴുതി കൊടുത്തത്. സാറിന് എഴുതാൻ ബോധ്യപ്പെട്ടാണ് 2 ദിവസം ഒന്ന് എൻ്റെ ചെക്ക് എഴുതി താട്ടെ എന്ന് പറയും. അങ്ങനെ തൃശ്ശൂരിൽ വെച്ച് ഞാൻ ചെക്ക് എഴുതി കൊടുത്തു. സാറിന് വീണ്ടും മസ്റ്ററിങ് നടത്തേണ്ടത് ഈ ഫെബ്രുവരി 2026. അപ്പോൾ സാറിൻ്റെ ആധാർ കാർഡില്ല. ആയിരം വിളിച്ചത് സാറേ ആധാർ കാർഡില്ലാതെ മസ്റ്ററിങ് നടത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, സാർ അടുത്ത പെൻഷൻ മേടിക്കാൻ വരുമ്പോൾ മസ്റ്ററിങ് നടത്താം എന്നും പറഞ്ഞ് ക്യാഷ് ഞാൻ മേടിച്ചു കൊടുത്ത് എല്ലാം ശരിയാക്കി കൊടുത്താൽ ഞാൻ സാറുമായിട്ടാണ് വിട്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഏറ്റവും നല്ലൊരു ഗുരുബോധനായിരുന്നു. മാത്തമാറ്റിക്സ് വിഷയം പഠിപ്പിച്ച 3 അധ്യാപകരുടെ ഈ കിരമാല സ്കൂളിൽ ഒന്ന് MI കുര്യാൽ സാറ്, മറ്റൊന്ന് CJ കുര്യൻ സാറ്, മറ്റൊന്ന് CK സാറ്. അതിൽ ഇപ്പോൾ ഈ 3 പേരും എന്നെ വിട്ടുപിടിച്ചിരിക്കും. എന്നെ മാത്സ് എന്ന വിഷയം പഠിപ്പിച്ച ഈ 3 അധ്യാപകരും എന്നെ വിട്ട് പോയിരിക്കും. അതിൽ ഞാൻ ഏറ്റവും പിന്നെ ഓർക്കുന്നത് MI കുര്യാൽ സാറാണ്. വേറൊന്നുമല്ല, MI കുര്യാൽ സാറാണ് ഞാനിപ്പോൾ കിടക്കുന്ന കിടപ്പാണ്. ഓർക്കണം, എൻ്റെ അപ്പനോ വീട്ടുകാരോ മറ്റാരുമല്ല, എനിക്ക് വേണ്ടി എന്നോടൊപ്പം യാത്ര ചെയ്ത് ഞാൻ സാറിനായിട്ട് തോപ്പുംപടി വരെ റൂട്ട് ബസ്സിൽ MI കുര്യാൽ സാർ തന്നെ കഴിയും. സ്കൂളിൻ്റെ ഭാഷ ഏത് രീതിയിലാണെങ്കിൽ സാറിൻ്റെ ഇവിടുത്തെ ഇടപെടലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. MI കുര്യാൽ സാർ എൻ്റെ കൂടെ പോകുന്നത് ഞാനും സാറും കൂടി പോയി തോപ്പുംപടിക്ക് പോയി. ഞാൻ പോലും അറിയാതെ ആ സ്ഥലത്തിന് വില നിശ്ചയിച്ച പൈസയൊക്കെ ഞാൻ കൊടുത്തു, എങ്കിൽ പോലും ആ സ്ഥലത്തിൻ്റെ വില നിശ്ചയിച്ചത് ശ്രീ MI കുര്യാൽ സാറാണ്. അപ്പം എന്നോട് കരുതൽ വേണം, അഡ്വാൻസ് കൊടുക്കാൻ. അതിനുള്ള അഡ്വാൻസ് കരുതിക്കൊണ്ട് ഞാനും സാറും കൂടി റൂട്ട് ബസ്സിൽ തോപ്പുംപടിക്ക് പോയി. അവിടെ സാറ് അകത്ത് കയറിയിരുന്നു, ഞാൻ പുറത്തിരുന്നു സിറ്റൗട്ടിൽ. അപ്പം സാറകത്ത് കയറിയിരുന്നു. എഞ്ചിനീയറുടെ സ്ഥലമായിരുന്നു. എഞ്ചിനീയറുമായിട്ടുള്ള സംസാരങ്ങൾ നടത്തി. എല്ലാ രീതിയിലും സാറ് എല്ലാ കാര്യവും ചെയ്തു. എന്നോടൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അകത്തേക്ക് പോവാ. ആ 10,000 രൂപ എടുത്ത് കൊടുത്തായിരുന്നു. ആ 10,000 രൂപ സാറ് എഗ്രിമെൻ്റ് എല്ലാം എഴുതി എല്ലാം റെഡിയാക്കി ഒപ്പിട്ട് വെച്ചിട്ടാണ് എന്നോട് അകത്തേക്ക് വെച്ചാൽ പറഞ്ഞത്. അപ്പോഴാണ് എന്താ വരാമെന്ന് എനിക്കറിയില്ല. എന്നെ അത്രയും കരുതലുണ്ടായിരുന്ന എൻ്റെ ഗുരുഭൂതനാണ് MI കുര്യാൽ. അപ്പം ഇങ്ങനെയൊക്കെ ചില കഥകൾ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം വെച്ചാൽ CK സാറ് മരിച്ചു എന്ന് അറിഞ്ഞു വരുമ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം തന്നെ ചില കുറവുകൾ വിളിച്ചു. വിജയപ്പോളായിട്ട് കോണ്ടാക്ടിലാണ് ഇന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. മെസ്സേജിൽ ഞാൻ വിവരങ്ങൾ അറിയിച്ചു. സ്കൂൾ അധികൃതരെ അറിയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് പറ്റില്ല, അതുകൊണ്ട് ആ ഒരു വിഭാഗത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു. മറ്റൊന്നുമല്ല, ഞാൻ ഒരു 13 വർഷമായി റിട്ടയർഡ് സ്റ്റാഫിൻ്റെ ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ എല്ലാവരെയും വിളിച്ചുകൂടി. ഞാൻ എല്ലാവരുമായിട്ട് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ
വളരെ നല്ല രീതിയിൽ നടത്തി എല്ലാവരെയും പൂർത്തനാക്കി ഒരു 40 പേരെങ്കിലും ഞങ്ങളുടെ സമ്മേളനത്തിൽ വരുമായിരുന്നു. എല്ലാവർക്കും സെക്കൻഡ് സാർ. അപ്പോൾ എങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരു സാറായിരുന്നു ശ്രീ CK സാർ. അദ്ദേഹവും ഇപ്പോൾ ഞങ്ങളെ വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ സാറിൻ്റെ അഗാധമായ വേർപാടിന് എൻ്റെ എല്ലാവിധമായ ദുഃഖങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. പിന്നെ വീണ്ടും ഞാൻ ഇപ്പം നിങ്ങൾ വന്നു ചേർത്തിട്ട് നിങ്ങൾ ഈ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു. നിങ്ങൾ പല നാളായി ഇങ്ങനെ കൂടിയാലോചിച്ച് ഇതൊരു കൂട്ടായ്മ വേണം നിങ്ങൾ തീരുമാനിച്ചു. ദൈവദിനം ഇന്ന് നമുക്കൊരു സങ്കടകരമായ രീതിയിൽ ഈ ദിവസം കഴിച്ചെടുക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ദുഃഖമുണ്ട് എന്നറിയാം. പക്ഷെ നിങ്ങൾക്കൊരു നിയോഗം കിട്ടി, ആ സാറിനൊരു അന്ത്യയാത്ര കൊടുക്കുവാനുള്ള ആ അവസരം നിങ്ങൾക്കും കൂടി കിട്ടിയല്ലോ എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ഞാൻ ഇനി എൻ്റെ അല്പം കൂടി കടമയിലേക്ക് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥാപനത്തിൽ 76 മുതൽ എന്ന് മാത്രമല്ല, ഞാൻ അല്പം കൂടി ദീർഘിപ്പിക്കുകയാണ്. ഏതാനും പേര് ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച്, ഇവരെല്ലാം 8ാം ക്ലാസ്, 9ാം ക്ലാസ്, പിന്നെയും പുറകോട്ട് പോയാൽ 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ MSLP, UP വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം ഇങ്ങനെ പഠിപ്പിച്ച നിങ്ങളുടെ അധ്യാപകർ. ഇങ്ങനെയുള്ള അധ്യാപകരിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളെല്ലാം ചിന്തിച്ചത് പല സ്ഥലങ്ങളിൽ നടക്കുന്നു. ഇപ്പോൾ ഈ യുഗം മൊബൈലുള്ള ഒരു യുഗമായതുകൊണ്ട് പരസ്പരം എല്ലാവർക്കും കൂടി ബന്ധപ്പെടുവാനുള്ള അവസരം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ നടന്നു. അല്ലെങ്കിൽ ഈ കൂട്ടായ്മ നടത്തില്ല. നിങ്ങൾക്ക് ആർക്കും എവിടെയാണ് ഇതൊന്നും പരസ്പരം അറിയില്ല. അപ്പം ദൈവം വീണ്ടും ചില നമ്മുടെ കാലഘട്ടത്തിൻ്റെ ചില മാറ്റങ്ങൾ അനുസരിച്ച് എല്ലാവർക്കും ഒരു കൂടി വരവിനുള്ള അവസരം കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ഈ മൊബൈൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് പരസ്പരം കാണാം, നിങ്ങൾ വിളിച്ചാൽ നമുക്ക് വരാം, എല്ലാം ചെയ്യും. എങ്കിലും ശാരീരികമായിട്ട് ഒരു നമ്മൾ പരസ്പരം നേരിൽ തന്ന് ഒരു ഇത് വേണമല്ലോ എന്ന് ഇത് ആഗ്രഹം. മറ്റൊന്ന് ഇന്നൊരു അനുശോചന സമ്മേളനമായിട്ട് അവസാനം ഇത് തീരുമാനിച്ചപ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സ്, മറ്റൊന്നുമല്ല ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും റിട്ടയർ ചെയ്ത് ഇന്നിപ്പോൾ വന്നു ചേർത്തിരിക്കുന്ന എല്ലാവരെയും മനസ്സ് നിങ്ങളുടെ അനുശോചന സമ്മേളനമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സ് മാറി. കാരണം ഈ ലോകങ്ങളിലെല്ലാം വിശിഷ്ട വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ അവരടക്കം ചെയ്യുമ്പോൾ കൂട്ടാനടി എന്ത് ചെയ്യും, ഒരു അനുശോചന സമ്മേളനം നടക്കും. അപ്പോൾ ആരെയും വെളിച്ചത്തിൽ മാത്രം ഞാനിവിടെ വന്നു, ഞാനിതിൽ പങ്കെടുത്തു. വന്നു ചേർന്നിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ പഠിപ്പിച്ച ഈ ലോകത്തിൽ നിന്നും വേർപെട്ട അധ്യാപകരെ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനൊരു സംഘാടകൻ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പൂർവ്വ അധ്യാപകരുടെ കൂടി ഇരിക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുവാനും. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു തുണ്ടുന്ന ക്ലാസ്സും ഞാൻ ഇന്നലെ കുറച്ച് പ്രിപ്പയർഡായിട്ട് നിങ്ങളെ സംബോധന ചെയ്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പേപ്പർ വെച്ച് പേനയും വെച്ച് എൻ്റെ പേരിൽ ഇരിക്കുമ്പോഴാണ് ഈ മരണവും അറിയുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ നടത്തി ഞാൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ നല്ല നിങ്ങളുടെ പ്രസംഗം പറയാനും അല്ല ഞാൻ നിങ്ങളോട് ഉദ്ദേശിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഗുരുഭൂതന്മാർ ഈ മൺമറഞ്ഞു പോയി ഇപ്പോൾ നമ്മളോടൊപ്പം ഇരിക്കേണ്ടതായ കുട്ടികളുണ്ടായിരുന്നു, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു, അവരും അതിനും വേർതിരിക്കപ്പെട്ട അവരെ ഒന്ന് എനിക്ക് ഓർമ്മയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഗുരുഭൂതന്മാരെ ആരൊക്കെ വേർതിരിച്ചു പോകുന്നു അവരെ ഒന്ന് സ്മരിക്കുവാൻ വേണ്ടി അവരുടെ പേര് ഞാൻ ഒന്ന് വായിക്കുകയാണ്. എല്ലാവരും ശാന്തമായിട്ട് ശ്രദ്ധിച്ച് ഞാൻ പേര് വായിക്കും. ആ പേര് വായിക്കുമ്പോൾ ഓരോരുത്തരെയും നിങ്ങളുടെ മനസ്സിൽ കരുതുക, അവരുടെ ആത്മാവിൻ്റെ നെറ്റിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ഇതേ നമുക്ക് ചെയ്യുവാനുള്ള ഏഴാം. അപ്പോൾ ഈ സ്ഥാപനം 1976 സ്ഥാപിതമായി. ബൈഫർക്കേഷനായിരുന്നു, ബോയ്സ് സ്കൂളിൽ നിന്ന് ഗേൾസിലേക്ക് വന്നു. ആ സമയത്ത് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫറായിട്ട് അവിടെ നിന്നും പുതിയ നിയമനങ്ങളുമായിട്ട് ആകെ വന്നത് 45 പേരാണ്. ആ 45 പേരിൽ 39 പേര് ടീച്ചിങ് സ്റ്റാഫ് പ്ലസ് 6 പേര് ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെ 6 പേര് ഓഫീസ് സ്റ്റാഫ്, അതായത് 45 പേരാണ്. ഈ 45 പേരിൽ 14 പേര് നമ്മളെ വിട്ട് പിരിഞ്ഞു. അവരുടെ പേര് ആദ്യം ഞങ്ങൾക്ക് വായിക്കുകയാണ്. ഈ സ്ഥാപനത്തിലേക്ക് വന്ന് ആ 45 പേരിൽ ആദ്യം വേർതിരിഞ്ഞു പോയ 14 പേരുടെ പേര് ഞാൻ ആദ്യം വായിക്കാം. ശ്രീ സാർ സ്കൂളിലെ പ്രഥമ ഹെഡ് മാസ്റ്റർ, ഓഫീസ് സ്റ്റാഫിലെ ശ്രീ CM വർഗീസ്, ഓഫീസ് സ്റ്റാഫിലെ ശ്രീ EY വർഗീസ്,
വീണ്ടും MBAE അഥവാ കുഞ്ഞേരി എന്നാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. നിങ്ങൾ ഈ 4 പേര് ഓഫീസിൽ സ്റ്റാഫായിട്ടുള്ളത് ഈ ലോകത്തിൽ ഗവൺമെൻറ്. ടീച്ചിങ് സ്റ്റാഫിന് ശ്രീ KG അന്നമ്മ പോനാനിയിൽ, TP ജോർജ് ഇവിടുത്തെ സംഗീത അധ്യാപകൻ, MIAC ഇവിടുത്തെ ഒരു അധ്യാപിക, PC കുഞ്ഞമ്മ സർവീസിലിരിക്കാതെ തന്നെ ചടങ്ങുകൊണ്ടതാണ് അസുഖമാണ്. PP കുര്യാവോ സാറ്, KV മറിയാമ്മ, KP മേരി, MR പരമേശ്വരൻ സാറ്, Y ഫിലിപ്പോ സാറ്, KT സൈമൺ സാറ്, ഇങ്ങനെ 10 പേര്. അങ്ങനെ മൊത്തം 14 പേര് നമ്മളെ വിട്ട് ഈ സ്ഥാപനത്തിലേക്ക് ബൈഫർക്കേഷൻ മുഖാന്തരം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ വിട്ട് ഇത് വീണ്ടും അവശേഷിക്കുന്നത് ഈ സ്ഥാപനത്തിനുമുണ്ട്, ബോയ്സിനുമുണ്ട്. PC വർഗീസ്, ഈവോടാണ്, ഫാദർ TT ജേക്കബ്, OA അഗ്നിശർമ്മ, MM ജോൺ, VK ജോസഫ്, ജസി ജേക്കബ്, BA കുഞ്ഞമ്മ, VK മറിയപ്പിള്ള, PA മോളി, തോമർ പോലീസ് ഓഫീസർ, CK കുമാരൻ നായർ, KE അയ്യമ്മ, K പ്രഭാകരപിള്ളി, KN കൃഷ്ണപിള്ളി, A മോഹൻസ്, CT ഇയാസ്, CC സക്കറിയ, KC ജോസഫ്, CJ കുര്യൻ, CP ജോസഫ്, AD ജോസഫ്, TK ചാണ്ടി, KN ശാസ്ത്രി, NB ഐസർ, N കൃഷ്ണൻ നായർ, CC വർഗീസ്, KT പൗലോസ്, TK ആലീസ്, സൂസി മാത്യു, CM ചാക്കോ, ജോൺ. ഈ 3 പേരുള്ളത് സർവീസ് ഇരിക്കാൻ മരിച്ചവരാണ്. റെജിക്ക് SLL വിഭാഗത്തിലായിരുന്നു. ജീവൻ കെട്ടോസ്, ജോമോൻ കെട്ടോ. ഇതിൻ്റെ നമ്പർ തന്നെ നമുക്ക് സോൾവ് ചെയ്യില്ല. കാരണം ഇതെല്ലാം ഞാൻ എഴുതി പ്രിപ്പയർ ചെയ്യാനായിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുതേണ്ടത് ഈ ഇവരെല്ലാവരെയും ആത്മാവിൽ ബുദ്ധിശാന്തി ലഭിക്കട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇപ്പം വളരെ ദയനീയമായ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് എടുക്കുന്ന ഏതാനും അധ്യാപകരുണ്ട്. ഒന്ന് CK എത്രാമത്താണ്, മറ്റൊന്ന് നെയ്യ് സൈൻസാണ്, മറ്റൊന്ന് B എണ്ണമാണ്. ഈ ആവശ്യത്തെയല്ല BJP ഓഫീസ്. പിന്നെ പ്രവാസത്തിൽ വളരെ മോശമായിട്ടുള്ള ശ്രീ KK ജോർജ്. ഇവരുടെ എല്ലാം രോഗശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കും അവശേഷിക്കുന്ന ആയുസ് ഏറ്റവും സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ എല്ലാവിധ ഈ നാരായണനാരും വളരെ മോശമായ ഒരവസ്ഥയിലാണ്. വിശുദ്ധൻ എന്നറിയപ്പെടുന്ന V നാരായണൻ. നന്ദി എൽദോസിയേട്ട. അടുത്തത് വിദ്യാർത്ഥികളുടെ സൈഡിൽ നിന്നാണ് ഏറ്റവും സ്നേഹത്തോടെ മോളി ചേച്ചിയെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ ജോർജ് സാറ്, നമ്മുടെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ മാർട്ടിൻ സാറ്, മാനേജർ മത്തായി കുഞ്ഞേട്ടൻ, പിന്നെ PTA പ്രസിഡന്റ്, മാതൃസംഘം ചെയർപേഴ്സൺ എന്നിവർക്ക് പ്രത്യേകം ഞാൻ വളരെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും സ്നേഹപ്പെട്ട ഗുരുഭൂതന്മാരെ, അനധ്യാപകരെ, എൻ്റെ കൂട്ടുകാരികളെ,
നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട നമസ്കാരം. കൂടാതെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രവർത്തന വർഷത്തിലെ അധ്യാപകരുണ്ട്, അവരെ സഹായിക്കാൻ അധ്യാപകരുണ്ട്, നമുക്ക് പ്രയർ സോങ് പാടിയ കുട്ടികളുണ്ട്. എല്ലാവരെയും ഇത്തരണത്തിൽ ഞാൻ അവർക്കും നമസ്കാരം പറയുന്നു. ഈ വൈകിയ വേളയിൽ കൂടുതൽ ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ചുരുക്കം ചില വാക്കുകളിലൂടെ ഞാനൊന്ന് കടന്നു പോട്ടെ. ഞാൻ 1978 ബാച്ചാണ്, അതായത് ഇവിടുത്തെ സെക്കൻഡ് ബാച്ച്. ബോയ്സ് സ്കൂളിൽ നിന്നും ബൈഫർക്കേറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് ഇവിടെ പരാമർശിച്ചതുപോലെ ഇഷ്ടികയും ഓടും ഒക്കെ ചുമന്ന് ഇതൊരു ഓല ഷെഡായിരുന്നു. ഈ ഷെഡിൽ ഇരുന്ന് ഞങ്ങളുടെ ഇവിടുത്തെ അധ്യയനം ആരംഭിച്ചു. അന്ന് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുക്കന്മാരും കുട്ടികളും തമ്മിലുള്ള ആ വൈകാരിക ബന്ധം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു. ഞങ്ങളുടെ ആരെല്ലാമോ ആയിരുന്നു അവര്, ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പഴകും തോറും രുചി കൂടും എന്ന് പറഞ്ഞതുപോലെ സാർ ഇവിടെ പറഞ്ഞു, പഴയ ബാച്ചിലെ കുട്ടികളാണ് കൂടുതൽ ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നേക്കുന്നത് എന്ന്. അത് തന്നെയാണ് സത്യം. ഞങ്ങൾക്ക് രുചി ഏറെയാണ് ഈ സ്കൂള് കാണുമ്പോഴും ഇവിടുത്തെ ഓരോ മണത്തരികളോടും ഈ കെട്ടിടങ്ങളോടും അത്രയേറെ സ്നേഹത്തോടും സന്തോഷത്തോടും എന്താ പറയാ, ഹൃദയത്തിന് പെരുമ്പറ കൊടുക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു അനുഭവമാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ. ഈ പൂർവ്വ വിദ്യാർത്ഥികളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്കൂളിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ആരംഭിച്ചത് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരികളെ തേടിപ്പിടിക്കാനുണ്ടായ ഒരു അവസരം. 78 ബാച്ചില് ഞങ്ങൾ 160 കുട്ടികളായിരുന്നു 4 ഡിവിഷനിലായിട്ടുണ്ടായിരുന്നത്. ആ 160 കുട്ടികളില് ഞങ്ങൾ 158 പേരെയും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി 2 പേരെയാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. ഈ 158 പേരെ കണ്ടുപിടിച്ചപ്പോൾ 10 പേര് ഇന്ന് നമ്മോടൊപ്പം ഇല്ല. 121 പേരും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പില് സജീവമായിട്ട് നിൽക്കുന്നു. ജൂലൈ മാസത്തിൽ ഇവിടുത്തെ ഗെറ്റ് ടുഗദറിന് ശേഷം ഞങ്ങള് സെപ്റ്റംബറിൽ ഒരു ഗെറ്റ് ടുഗദർ നടത്തി. അതുപോലെ തന്നെ നവംബറിൽ ഒരു ഗെറ്റ് ടുഗദർ നടത്തി. ഏകദേശം 70ഓളം പൂർവ്വ വിദ്യാർത്ഥികള് അതിൽ പങ്കെടുത്തു. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞെടുത്ത സ്നേഹത്തിന്റെ ആ കൂട്ടായ്മയുടെ കെട്ടുറപ്പില് ഞങ്ങള് നാളെ കഴിഞ്ഞ് 28-ാം തീയതി വെറുതെ ഒരു ടൂറ് ഈ എറണാകുളം വരെ ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചേക്കുവാണ്. അന്നത്തെ ആ കാലഘട്ടത്തില് കീരമ്പാറ, പിണ്ടിമന, കുട്ടമ്പുഴ ഈ പഞ്ചായത്തുകളിൽ നിന്നും കഞ്ഞിക്ക് വകയില്ലാത്ത കുട്ടികളാണ് ഇവിടെ വന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങള് പലതും ഇല്ലായ്മയിൽ നിന്നും ഉള്ളവരിൽ നിന്ന് കടം മേടിച്ചുകൊണ്ടും ഒക്കെയാണ് ആ സമയത്തുള്ള ഇവിടുത്തെ വിദ്യാഭ്യാസം. ഇന്ന് അത്രത്തോളം ഒന്നും ബുദ്ധിമുട്ടിലല്ല ആരും ജീവിക്കുന്നത് എങ്കിൽ പോലും ഇവിടെ സാർ കുറച്ച് കാര്യങ്ങൾ പരാമർശിക്കുകയുണ്ടായി. അത് ഇന്നത്തെ ഈ പഞ്ചായത്തിന്റെ നടത്തിപ്പ്, ലൈഫ് മിഷൻ, കൂടാതെ നമ്മുടെ ഇവിടെ എന്റെ നാട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഇടയിലും ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അതും നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. കൂടാതെ ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളിവിടെ വന്ന് പഠിക്കുമ്പോൾ മാനത്ത് കാർമേഘം ഇരുളുമ്പോൾ, ഇടി മുഴങ്ങുമ്പോൾ ഞങ്ങൾ ഹെഡ്മാഷെ അല്ലെങ്കിൽ സ്കൂൾ ലീഡറെ സമീപിക്കും. ഇച്ചിരി നേരത്തെ ഇട്ടാറുണ്ടായിരുന്നു. കാരണം ഞാൻ അന്ന് വടാട്ടുപാറയിൽ നിന്നാണ് വന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. യാത്രാ സൗകര്യങ്ങൾ തീരെ തുച്ഛമായിരുന്നു. അപ്പൊ നേരത്തെ വിടണം. അങ്ങനെ ഉള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ ഒരു വിഷമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഓഫീസിലോ ക്ലാസ് ഹെഡ്മാഷ അടുത്തോ പോയി പ്രസന്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു സമീപനം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇന്ന് ഞങ്ങൾ ഓടി അടുത്തത് ഞങ്ങളുടെ ഗുരുഭൂതന്മാരെ കാണാലോ എന്നുള്ള ആ ഒരു ത്രില്ലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ സാറിന്റെ വിയോഗത്തിൽ നമുക്ക് കൂടുതൽ അധ്യാപകരെ കാണാൻ പറ്റിയില്ല. അതിനി ഒരു അവസരം മാറ്റി സാർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സന്തോഷവും തോന്നുന്നു. അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികൾക്കും ഇവിടെ പല കാര്യങ്ങളും പറയാനുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം അതിനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഞാൻ ഇവിടെ സ്കൂൾ അധ്യയനം നടത്തുമ്പോൾ ഞങ്ങളുടെ ഹെഡ്മാഷ് ആയിരുന്നത് MA കുര്യാക്കോ സാറാണ്. സാർ ഒരു ചൂരലൊക്കെ ഇങ്ങനെ പുറകെ പിടിച്ചുകൊണ്ട് വരാതെ കൂടി ഒരു നടപ്പുണ്ട്. ആ നടപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ എവിടെയൊക്കെ ഇരുന്ന് വർത്താനം പറയുന്ന ആൾക്കാർ ഓടി ക്ലാസ്സിൽ കയറും, പിന്നെ മിണ്ടൂല. അത്രയ്ക്ക് പേടി ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്രയ്ക്ക് സ്നേഹത്തോടും ബഹുമാനത്തോടും കരുതലോടും കൂടെയാണ് ആ ഒരു ശിശുബന്ധം പോയിക്കൊണ്ടിരുന്നത്. ഇന്നും അങ്ങനെ തന്നെ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എനിക്കിവിടെ അവസരം തന്നതിന് പ്രത്യേകം നന്ദി. ചേച്ചി എന്തായി എന്ന് പറയുക, ഇവിടെ പഠിച്ചതിന് ശേഷം എന്തായി? ഞാൻ ഇവിടുന്ന് 78 SSLC എഴുതി പോയി MA കോളേജില് PDC കഴിഞ്ഞു. അവിടെ സുവോളജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഹെൽത്ത് വർക്കേഴ്സ് കോഴ്സിന് അപേക്ഷ അയച്ചു. എനിക്കൊരു ടീച്ചർ ആവണം അല്ലെങ്കിൽ ഒരു നേഴ്സ് ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഹെൽത്ത് വർക്കേഴ്സ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള ഹെൽത്ത് സെന്ററിലെ നേഴ്സ്, ഇപ്പോഴത്തെ JPH. അപ്പോൾ ആ കോഴ്സിന് 1.5 വർഷത്തെ പഠിത്തവും പിന്നെ സൂപ്പർവൈസറി കോഴ്സ് 6 മാസവും. അങ്ങനെ ആ കോഴ്സ് പൂർത്തിയായി JPH-നായി കയറി 3000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലി വേണമെന്ന് അന്ന് ഞാൻ ആഗ്രഹിച്ചുവെങ്കിൽ 60,000 രൂപ ശമ്പളം മേടിച്ചുകൊണ്ട് ഞാൻ പെൻഷൻ പറ്റി. 31 വർഷത്തെ സർവീസ് എനിക്ക് കിട്ടി. ഞാൻ സർവീസിൽ പാലക്കാട് ജില്ലയിൽ PSC പോസ്റ്റിംഗ് കിട്ടി അവിടെ ജോയിൻ ചെയ്തു. എൻ്റെ ഹസ്ബൻഡിന്റെ മരണം ശേഷം 2001 ഞാൻ വീണ്ടും എൻ്റെ വീട് വടാട്ടുപാറ ആയതുകൊണ്ടും എൻ്റെ സഹോദരങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടും ഞാൻ ചേലാട്ടിലേക്ക് വന്നു. അവിടെ വീട് പണിത് താമസിച്ചു. ഞാൻ ഹെൽത്ത് സെന്റർ ഊഞ്ഞാപ്പാറ വർക്ക് ചെയ്തു. അപ്പൊ ഞാൻ അവിടുന്ന് പോരുമ്പോൾ ഹസ്ബൻഡിന്റെ വിയോഗം 1 വർഷമായിട്ടുള്ളൂ. വിയോഗത്തിൽ അഗാധമായ ദുഃഖമുണ്ട് എങ്കിൽ പോലും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണണം, എൻ്റെ സാറന്മാരെ കാണണം, എൻ്റെ ഈ സ്കൂളിന്റെ പടിയൊക്കെ പോകുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കുമായിരുന്നു. ഈ ജോലിയോടനുബന്ധിച്ച് പല പ്രാവശ്യവും കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സാറ് ഹെഡ് മാഷായിരുന്നപ്പോഴും ലില്ലിക്കുട്ടി സാറ് ഹെഡ് മാഷായിരുന്നപ്പോഴും ഏരിയ സാറ് ഹെഡ് മാഷായിരുന്നപ്പോഴും ഒക്കെ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചു. അപ്പോഴൊക്കെ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് സാറ് എൻ്റെ ഗുരുക്കന്മാര് മറ്റുള്ളവരെ പരിചയപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്നും ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള കുറച്ച് പേര് ഒത്തുചേർന്നുകൊണ്ട് ട്രഷറിയില് പെൻഷൻ വാങ്ങിക്കാൻ വരുന്ന എല്ലാവർക്കും ആദ്യത്തെ 5 വർക്കിംഗ് ഡേയ്സില് പ്രഷർ നോക്കി കൊടുക്കുകയും എക്സസൈസ് പഠിപ്പിച്ചു കൊടുക്കുകയും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംരംഭം കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നമ്മുടെ ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന പല അധ്യാപകരെയും ഞാൻ അവിടെ വെച്ച് കാണും. ഞാൻ എൻ്റെ ടീച്ചറാണ്, എൻ്റെ സാറാണ് എന്ന് പറഞ്ഞ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതൊക്കെ ഒരു വലിയ അനുഭൂതിയാണ്. ഇതിനൊക്കെ അവസരം എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോയാൽ ഒത്തിരി ഉണ്ട്. നമസ്കാരം. താങ്ക് യു. അടുത്തതായിട്ട് ഓർമ്മപ്പെടുത്തുന്നു ബീന പോൾ 79 ബാച്ച്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം. എല്ലാവരും ഒന്ന് ചിരിച്ച് ഫ്രഷ് ആവട്ടെ. പിന്നെ എന്താ ഞാൻ പറയണ്ടേ, നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഞാനിവിടുത്തെ ഒരു കുട്ടിയല്ലോ. എല്ലാവരെയും ഞാൻ എന്താ പറയുന്നത്, പറയുമോ അഭിനന്ദിക്കുകയോ ആശ്ലേഷിക്കുകയോ എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂട്ടുകാരെ കാണുമ്പോൾ എന്താ സഭാകുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ ആദ്യമായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഏരിയ സാറിന്റെ വിയോഗം. സാറിനോട് അവസാനമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റി. അതാണ് ഇപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം. ഞാനൊരു 11-12 കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ ഊണ് കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പൊ മനസ്സ് പറഞ്ഞു സാറിനെ കൂടെ വിളിക്കാം. സാറിനെ വിളിച്ചു, ഫോൺ എടുത്തില്ല. മിസ് കോള് ചിലപ്പോൾ റേഞ്ച് കിട്ടാനിട്ടായിരിക്കും. ഒന്നുകൂടെ വിളിച്ചു, സാറ് ഫോൺ എടുത്തു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ കഴുതക്കോട്ടെ പഞ്ചായത്തിൽ ജോലിയുള്ള പൗലോസിന്റെ 2ാമത്തെ മകളാ ബീന പോളുന്ന പേര്. ഞങ്ങൾ 5 മക്കളാണ്. ഹൈബി പോളിന്റെ അനീതിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ സാറിന് എനിക്ക് ആളെ പിടി കിട്ടി. നീ ഇതിനു മുമ്പ് മീറ്റിങ്ങിന് വന്നിരുന്നോ? അന്ന് നീ എന്നോട് മിണ്ടിയോ? ഞാനതൊക്കെ മറന്നുപോയി. എനിക്ക് 90 വയസ്സായി. സാറാ റൗണ്ട് എത്തിച്ച് പറഞ്ഞതാ 86 വയസ്സിന്റെ ബർത്ത്ഡേ ആയിരുന്നു 21-ാം തീയതി.
ആ 22-ാം തീയതിയാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ വിളിച്ചൊരു അത് കഴിഞ്ഞ് സാർ എന്നോട് ഇങ്ങനെ ഉപദേശം തന്നു, എനിക്ക് മറവിയുണ്ട്, നീ എന്നെ വിളിച്ച് ഓർപ്പിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ശരി സാറേ, എനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ വിളിച്ചോളാം, ഞായറാഴ്ച ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അത് മാത്രം പോരാ, നീ 26-ാം തീയതി സ്കൂളിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയണം, ഞാനാ സാറിനെ വിളിച്ച ബീനാപ്പോള് എന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ പാലിക്കാൻ വേണ്ടി ചെന്നപ്പോൾ സാറ് മിണ്ടിയില്ല. ചെവിയിൽ ചെന്ന് ഞാനൊരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, സാറേ ഞാൻ വന്നിട്ടുണ്ട്, സാറിനെ ഓർപ്പിച്ചു, വരാൻ പറ്റിയില്ല, അന്ത്യോപചാരം അർപ്പിച്ച് ഞാൻ പോന്നു. ഈ പരിപാടി നടത്തണമെന്ന് ഒത്തിരി കാലമായിട്ട് മാർട്ടിൻ സാറും നമ്മുടെ സഹപാഠികളെല്ലാവരും ഒത്തൊരുമിച്ച് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നമ്മുടെ പഴയ ടീച്ചേഴ്സിനെ ആദരിക്കുക. ടീച്ചേഴ്സിനെ മാത്രമല്ല, നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ ജോലി ചെയ്ത ഓഫീസ് സ്റ്റാഫായ ചേട്ടന്മാരെന്നാണ് വിളിക്കേണ്ടത്, നമ്മൾ സഹോദരങ്ങൾ തന്നെ, എല്ലാവരും നമ്മൾ നാട്ടുകാർ. ഞാൻ ഈ നാട്ടുകാരിയാണല്ലോ. അങ്ങനെ ഓസി ചേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കണേ. എന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, സുറിയാനി ഗീതം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ ഇതിൻ്റെയൊക്കെ സംഘാടകൻ, പെൻഷൻകാരുടെ ഒരു സംഘാടകനായതുകൊണ്ട് ചേട്ടൻ്റെ നമ്പർ ഉള്ളത് കൊണ്ട് അങ്ങനെ കൂട്ടി. അങ്ങനെ എല്ലാ വിവരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. അവസാനം ഏലിയാ സാറ് വിയോഗത്തിന് ഇതൊരു വഴി ഒരുക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു അധ്യാപകന് ഒരു അന്തിമോപചാരം കിട്ടി കാണില്ല, അല്ലേ? എത്രയോ സാറന്മാരും വന്നു, എത്രയോ പിള്ളേർ US നിന്ന് വരെ വന്നു. അങ്ങനെ ഒരു യാത്രയപ്പിന് ഈ അവസരം അങ്ങനെ നമുക്ക് സന്തോഷിച്ചുകൂടെ? സാറ് നമുക്ക് മരണം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാ. അതിൽ നമ്മൾ സന്തോഷിക്കണം. ദൈവത്തിലേക്ക് നമ്മൾ എന്തായാലും എടുക്കപ്പെടൂലോ. നമ്മൾ ഓരോരുത്തരും പോകാനുള്ളത് അതിന്റെ മൈൽക്കുറ്റി അടുത്തടുത്ത് വരുവാണ്. അപ്പൊ സാറ് പോയതിലും ദുഃഖിക്കണ്ട, സന്തോഷിക്കുകയും കൂടെ ചെയ്യാം. നമ്മൾ ഇത്രയും പേര് വന്ന് സാറിന് സന്തോഷവും കൊടുത്തു. പഴയ കാര്യത്തിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി അനുഭവമാണ്. ഇവിടെ ചെളിക്കുണ്ടുകളായിരുന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ വ്യക്തികൾ ചുമന്നും എല്ലാം ഒക്കെ ഞങ്ങള് ഇവിടെ വന്നാണ് ഈ സ്കൂളായത്. ഇപ്പൊ പിള്ളേര് പറയാം, ഈ സ്കൂൾ കണ്ടത് നമ്മുടെ സ്കൂളാണോ? നമുക്ക് പഠിക്കാൻ അന്നത്തെ സ്കൂൾ വേറെ, ഇന്നത്തെ കാലഘട്ടത്തിന് ഇത്. അപ്പൊ ഞാൻ പറയുമായിരുന്നു, നമ്മുടെ കാലഘട്ടം വേറെ, ഈ കാലഘട്ടം വേറെ. നമ്മള് വിശപ്പ് എന്തെന്ന് അറിയുന്നവനല്ലേ വിശപ്പിന്റെ വില അറിയുള്ളൂ. നമ്മൾ അനുഭവിച്ച വിശപ്പോ ദാരിദ്ര്യമോ ഒന്നും ഇന്നത്തെ തലമുറ അനുഭവിച്ചിട്ടില്ല. അവർക്ക് ഈ കൂട്ടായ്മയും വലിയ ബന്ധമുണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ തലമുറയിൽ നമ്മളെക്കാളും കുറച്ചും കൂടെ ജൂനിയറായ മാർട്ടിൻ സാറിനെ അഭിനന്ദിക്കാതെ പറ്റില്ല. സാറിന്റെ ഒപ്പമുള്ള ടീച്ചേഴ്സിനെയും മറ്റ് സ്റ്റാഫുകളെയും ഉൾപ്പെടുത്തി നമ്മുടെ ഇന്നലെ ഇത് നടത്തണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുമ്പോ ഓരോ ഊർജം പകർന്നു തന്നത് സാറാണ്. നമുക്കിത് കാര്യങ്ങളെല്ലാം നമ്മൾ അഭിമുഖീകരിച്ച് പഠിക്കേണ്ടവരാണല്ലോ. അങ്ങനെയല്ലേ നമ്മള് തീയും കുരുത്ത് വന്ന് വളർന്നവര് വെയിലത്ത് വാടാൻ പാടില്ല. നമ്മുടെ വീട്ടിലൊരു കാര്യം ഉണ്ടായാലും നമ്മൾ അതിനെ അതിജീവിക്കണം. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ നടത്താം. നിങ്ങളുടെ എല്ലാം കൂട്ടായ്മ എല്ലാവർക്കും ഒന്ന് പുതുക്കാം. അങ്ങനെ ഒരു വേദി ഈ സ്കൂളില് നമ്മുടെ പഴയ കുട്ടികൾക്കും നമ്മുടെ അധ്യാപകർക്കും അനധ്യാപകർക്കും തന്ന് നമ്മളെ സഹായിച്ച എല്ലാവർക്കും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി നന്ദി നന്ദി. പിന്നെ ഇനി സാറ് പറയണ്ട ഞാൻ എന്തായിന്ന്. ഞാൻ ഇവിടുന്ന് 79 ബാച്ചിലാണ് പാസ്സായത്. ഈ സ്കൂളിലെ 8, 9, 10 പഠിച്ച് പാസ്സായ 71 ബാച്ചിലെ ബീന പോളാണ് ഞാൻ. സാർമാരൊക്കെ എന്നെ ഓർക്കുണ്ടാവും. അന്ന് എനിക്ക് തേർഡ് റാങ്ക് ലഭിച്ചു. 463 മാർക്കായിരുന്നു എനിക്ക് ഓർമ്മ. അത് ആ ബേസിൽ മാർക്കിന്റെ ബേസിൽ പോസ്റ്റ് ഓഫീസിലെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു. അപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിന് പോളിടെക്നിക്കിൽ കളമശ്ശേരി പഠിക്കുക. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഓഗസ്റ്റ് 8-ാം തീയതി 1982 ഞാൻ സർവീസിൽ ജോയിൻ ചെയ്തു, പോസ്റ്റൽ അസിസ്റ്റന്റ് എന്ന തസ്തികയിൽ. പിന്നെ പോളിടെക്നിക്ക് പൂർത്തിയാക്കണമെന്നുള്ള അതിയായ ആഗ്രഹം അന്നത്തെ പോസ്റ്റ് മാസ്റ്റർ സഹകരിച്ച് ലീവൊക്കെ തന്നു. ഞാനത് ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ പാസ്സായി. അന്ന് പ്രീ ഡിഗ്രിക്ക് ഇവിടെ കോളേജിൽ പഠിക്കുമ്പോൾ MA കോളേജ് ആയിരുന്നു ലക്ഷ്യം. പക്ഷെ അന്ന്
മാർഗത്തിന് കുറവായിരുന്നു, വേണമെങ്കിൽ കിട്ടുമായിരുന്നു, പക്ഷെ അതിന് പൈസ മുടക്കണം എന്നാണ്, അത് അധ്വാനിച്ചില്ല. എന്തായാലും കോളിയിൽ പോയി പഠിച്ചു, അതും പൂർത്തിയാക്കി. 82 ജോലിക്ക് കയറി, 87 കല്യാണം കഴിഞ്ഞു. 2 മക്കളുണ്ട്, 2 ആൺമക്കളാണ്. 2 പേർക്കും ജോലിയുണ്ട്, അവർക്കിടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരാൾക്ക് 1 കുട്ടി, ഒരാൾക്ക് 3 കുട്ടിയുമുണ്ട്. ഭർത്താവ് വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും റിട്ടയറായി. അപ്പൊ ഇനി എന്നെ ആർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞാൽ നിർത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ നിർത്തട്ടെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, എന്നെ ഇത്രയും നേരം സഹിച്ചതിന്, ക്ഷമിച്ചതിന്. Thank you, Chechi. And now we invite Srimati Reena Devasya. She came from Germany for attending this occasion. So now I invite her for her felicitation. Reena Devasya. 78 batch ആണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ റീന ദേവസി, 1978 ബാച്ചാണ്. എൻ്റെ അപ്പച്ചൻ മലയാള ജോലിയായിരുന്നു. വികാരം കൊണ്ട് പറയാൻ പറ്റുന്നില്ല. എൻ്റെ അപ്പച്ചനുള്ള മലയാള ജോലിയായിരുന്നു. എൻ്റെ ദേവസി എന്നാണ് പേര്. റിട്ടയർഡ് എഞ്ചിനീയറായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ പോയതാണ്. അപ്പം ഞാനിവിടെ പഠിക്കുന്നത് 7ാം ക്ലാസ് തുടങ്ങി. 7, 8 ഞാൻ പഴയ സ്കൂളിൽ പഠിച്ചു. നേരത്തെ മോളി പറഞ്ഞ പോലെ 8 പകുതിയായിട്ടാണെന്ന് തോന്നുന്നു, അത് 8, 9 ഇവിടെ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ മോളിലേക്ക് ഗ്രൂപ്പ് ആയത്. ആ മോളിയൊക്കെയാണ് ഞാൻ ഗ്രൂപ്പിനോട് സ്വാഗതം ചെയ്ത്. അവർക്ക് 1000 നന്ദി. മോളി, റോസിലി, ഷീല, ബെറ്റി, 1000 നന്ദി. ഞാൻ സെപ്റ്റംബറിൽ എൻ്റെ ബ്രദറിൻ്റെ മോളുടെ കല്യാണത്തിന് വന്നു. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കെട്ടുമുദ്ര വെച്ചത്. അതിനുശേഷം ഈ 20-ാം തീയതി വരെ റോസിലിയെ, ബെറ്റിയെ, മോളിയെ വിളിച്ച് ഞാൻ ശല്യപ്പെടുത്തി. ഹലോ മോളി, എന്നാണ് ഈ പരിപാടി, എന്നാണ് നമ്മുടെ കേരള സ്കൂളിൽ പരിപാടി, ഒന്ന് പറയാമോ, എനിക്ക് ലീവ് ഇടാൻ കിട്ടണം, ടിക്കറ്റ് എടുക്കണം, ഒന്ന് പറയാമോ എന്ന് പറഞ്ഞ് ഇവിടെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ മാർട്ടിൻ സാർ പറഞ്ഞു, ബെറ്റി സ്ഥിരം സാറിനെ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു. എല്ലാത്തിനും ഒത്തിരി നന്ദി. അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് ഈ ഒരു വലിയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ നന്ദി. ദൈവത്തിന് ആദ്യം നന്ദി, എൻ്റെ കൂട്ടുകാർക്ക് നന്ദി, എൻ്റെ മരിച്ചുപോയ അപ്പച്ചൻ, അമ്മച്ചി, എൻ്റെ ഗുരുക്കന്മാര്, മരിച്ചുപോയ ഗുരുക്കന്മാര്, സ്റ്റാഫ്, കൂട്ടുകാരെല്ലാവർക്കും ഒത്തിരി നന്ദി. അതിലുപരി ഇപ്പം ഞാൻ ബൈ ചാൻസിൽ എൻ്റെ കൊട അന്വേഷിച്ച് പോയതാണ് ആ ടീച്ചറിൻ്റെ അടുത്ത്. അപ്പം ടീച്ചർ ചോദിച്ചു എവിടുന്നാ വരണം, എന്തായാലും ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ടീച്ചർ ഇതിനു വേണ്ടി മാത്രം വന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടീച്ചറാണ് എന്നെ ഇവിടെ കയറ്റി നിർത്തിയത്. ടീച്ചറിന് 1000 നന്ദി. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 നന്ദി. ഇനിയും നമുക്ക് കാണാൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഞാൻ 26 വർഷമായിട്ട് ജർമ്മനിയിലാണ്. ഞാനിവിടെ ബി.എഡ് കഴിഞ്ഞ് ടീച്ചറായിരുന്നു കുറച്ച് കാലം. അതിന് കല്യാണം കഴിഞ്ഞ ഭർത്താവിനെ ജർമ്മനിക്ക് കൊണ്ടുപോയി. ഞാനും എൻ്റെ ഹസ്ബൻഡ് 26 വർഷം ജർമ്മനിയിലാണ്. പെൻഷനാണ് പിറ്റേ ദിവസം ഞാനിവിടെ തിരിച്ചു വരും, കാരണം മതിയായി അവിടുത്തെ തണുപ്പ്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച കളപ്പത്തി വിധികൊണ്ട് വീണു. എല്ലാ കൊല്ലം വീഴും, വരും, തിരുമ്പിക്കും, തിരിച്ചു പോകും, പിന്നെ വരും, തിരുമ്പും. ഇത് തന്നെയാണ് എല്ലാ വർഷത്തെ പരിപാടി. അതുകൊണ്ട് പെൻഷൻ ആവുമ്പോൾ തിരിച്ചു വരും. എനിക്ക് എൻ്റെ നാട്, അതാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് തിരിച്ച് ഞാൻ ഇവിടെ തന്നെ വരും. ഞാനാക്കി എൻ്റെ നാട്ടിൽ തിരിച്ചു വരിക, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവർക്കും 1000 നന്ദി. Thank you very much. അടുത്തതായിട്ട് ആശംസകൾ അറിയിക്കുന്നു. സർ സ്റ്റീഫൻസ് ഗേൾസ് ഹൈ സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീമാൻ ഷാജി MP ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലെ നമ്മുടെ അധ്യക്ഷൻ മാരാജിലെ പ്രത്യേക സാറ്, മാർട്ടിൻ സാറ്, ജോർജ് സാറ്, അതുപോലെ മിനി, നമ്മുടെ മാതൃസംഘം ചെയർപേഴ്സൺ വിധി, അതുപോലെ വേദിയിൽ സദസ്സിലിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഏറ്റവും ഭാഗ്യം ലഭിച്ച ഒരു വിദ്യാർത്ഥികളാണ് നിങ്ങൾ. ഒരു കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ പഠിച്ച ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു വിദ്യാർത്ഥികളാണ് നിങ്ങൾ. കാരണം നിങ്ങൾ സ്കൂളിൽ പോയത് നടന്നാണ് പോയത്. കൂട്ടുകൂടി ഒന്നിച്ച് സ്കൂളിൽ നടന്നു പോയവരാണ്. സ്കൂൾ ബസ്സിൽ പോയിട്ടില്ല. നിങ്ങൾക്ക് അധ്യാപകരെ തല്ലി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടാതെ പോയത് അധ്യാപകരെ തല്ല ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല. അഥവാ
ഒരു തല്ല ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് PTA കൂടി പോലീസ് കേസ് വരെ ആവുന്ന സാഹചര്യമാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ. അന്ന് അതൊന്നുമില്ല. അന്ന് അധ്യാപകർ തല്ലും. എന്നെയൊക്കെ തല്ലിയ സാറന്മാരിപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ പഠിപ്പിച്ച ടീച്ചർമാരും കൂട്ടത്തിലുണ്ട്. എത്ര പേരെന്നെ അറിയുമെന്ന് അറിയില്ല. ആരേഷ്യ സാർ, അങ്ങനെ കുറേ പേരുണ്ട്. അബ്രാസ് സാറിനെയൊക്കെ കയ്യിൽ വടിയില്ലാതെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന വേദിയിൽ വെച്ചിട്ടാണ്. ഒരു കാര്യമില്ലെങ്കിലും രാവിലെ വരുമ്പോൾ ഒരു വഴിപാടാണ് 5 മിനിറ്റ് തല്ല്. അബ്രാസ് സാറിന്റെ രീതി അതാണ്. രാവിലെ ഒരു 15 മിനിറ്റ് തല്ല്, ഒരു 15 മിനിറ്റ് പഠിപ്പിക്കൽ, പിന്നെ 15 മിനിറ്റാണ് തമാശ. പക്ഷെ ഞങ്ങളത് ഒരിക്കലും ബോറടിച്ചിട്ടില്ല. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു അന്ന് തന്നെ 4 തല്ലും കൂടി തല്ലിയിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടി ഒരു നല്ല രീതിയിലേക്ക് എൻ്റെ ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ എനിക്ക് സാധിച്ചായിരുന്നു. പക്ഷെ ഇന്ന് ഞാനൊരു സാറ് തല്ലിയ രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഒരു ഗവൺമെന്റ് ജോലി ഞാൻ സമ്പാദിച്ചിട്ടില്ല. പക്ഷെ അവരുടെ നൽകിയ വിദ്യാഭ്യാസത്തിൽ നിന്ന് എനിക്ക് നേടിയ ഒരു ഗുണം എന്ന് പറയുന്നത് ആരെയും ദ്രോഹിക്കാതെ ഒരു നല്ല മനുഷ്യനായി തീരാൻ എനിക്ക് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവർ തന്ന വിദ്യാഭ്യാസത്തിന്റെ ഒരു മെച്ചമാണ്. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ച കാലഘട്ടത്തിൽ പഠിച്ച ആളാണ്. ഞാനും ആ കാലഘട്ടത്തിൽ തന്നെ പഠിച്ച ആളാണ്. സ്കൂളുകളിലേക്ക് നമ്മൾ ഒന്നിച്ച് സ്കൂളിൽ ഇടപെടലിൽ ഒന്നിച്ച് പോയി തോക്കില്ല. അന്ന് നമ്മൾ സ്നേഹം പങ്കുവച്ചിരുന്നത് സംസാരത്തിലൂടെ, എഴുത്തിലൂടെ ആയിരുന്നു. ഇന്ന് ഫോണില് നമ്മൾ സ്നേഹങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഒരു ഫോൺ എടുത്ത് ഒരു ഹായ് വിട്ടു, അടുത്ത സെക്കൻഡിൽ 2 ഹായ് വരും, 3ാമത്തെ സെക്കൻഡിൽ ആണ് പെണ്ണാണ് ഒരു കല്യാണം അവിടെ തീരുമാനമായി, 4ാമത്തെ സെക്കൻഡിൽ വരുന്ന ഡൈവോഴ്സിന്റെ ഒരു മെസ്സേജ് ആയിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇന്ന്. കാരണം ഇന്ന് രക്ഷിതാക്കൾക്ക്, ഞാനൊരു രക്ഷിതാവാണ്, രക്ഷിതാക്കൾക്ക് ഒരിക്കലും നമ്മുടെ മക്കളെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. കാരണം പണ്ട് ഇന്നിപ്പോ സ്കൂളിൽ പോണ വിദ്യാർത്ഥികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികള്, ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും അവനെ ശ്രദ്ധിച്ചാൽ അറിയാം. തലമുടി ആൺകുട്ടിയാണെങ്കിൽ തലമുടിയൊക്കെ ഭംഗിയായിട്ട് ചീകി, പെൺകുട്ടിയാണെങ്കിൽ നല്ല ഉടുപ്പൊക്കെ തലമുടി 2 സൈഡിലേക്ക് പിന്നിയിട്ട് വളരെ പൗഡറൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടായിരിക്കും അവർ പോകുന്നത്. കാരണം അവർ ഒരുക്കുന്നത് അവരുടെ രക്ഷിതാവായിരിക്കും. ആ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തലയിരുന്നു, അവരുടെ ഡ്രസ്സ് ഇടുന്നു, അവരാ തീരുമാനിക്കുന്നത്. അവരവരുടെ രീതിക്ക് പോകും. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാകും. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, രക്ഷിതാക്കൾക്ക് ഇത് ഒരിക്കലും വിദ്യാർത്ഥികളെ അവരെ ചെറുപ്പടിയിൽ നിർത്താൻ സാധിക്കില്ല. കാരണം ഞാനിപ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് ഞാനൊരു നല്ല രക്ഷിതാവാണ്, നല്ല രക്ഷാകർത്താവ്. കാരണം അവര് പറയുന്നത് എന്ത് തന്നെയായാലും പൈസ ഇല്ലെങ്കിൽ കടം മേടിച്ചാണെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന നല്ല രക്ഷിതാവ്. പക്ഷെ അവരൊക്കെ കുറച്ചും കൂടി വലുതായി വന്നപ്പോഴാണ് മനസ്സിലായത് രക്ഷിതാവിന്റെ ഉത്തരവാദിത്തം ഉണ്ടാകുന്നു. അവരെ നല്ല രീതിയിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് സമൂഹത്തിന് ഒതുങ്ങുന്ന ഒരാളായി വളർത്താൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പറയുന്ന ഇന്ന് 90% വീടുകളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കൊച്ചുകുട്ടിയായിരിക്കും. ഏറ്റവും കൊച്ചുകുട്ടിയായിരിക്കും തീരുമാനിക്കുന്നത്. ഇന്ന് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കണ്ട, ഇന്നത് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ തീരുമാനം. നമ്മുടെ സ്നേഹത്തിന് നമ്മുടെ ബന്ധങ്ങൾ സ്നേഹത്തിന് അധികം അടുത്തായി പോവാണ്. അവര് നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളെ തല്ലിയ അധ്യാപകര് തല്ലിയത് കൊണ്ടാണ് നമുക്കത് തിരിച്ചറിവുണ്ടായത്. അന്ന് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എന്നെയൊക്കെ ചെറുപ്പം ഞാൻ ചെങ്കര സ്കൂളിലാണ് ആദ്യം പഠിച്ചത്. എൻ്റെ കൂടെ പഠിച്ച സഹപാഠിയുടെ ഏറ്റവും പരിഗണിക്കേണ്ടത് ഒരാൾ എൻ്റെ സിസ്റ്ററാണ്. അപ്പൊ അന്നൊക്കെ ഞങ്ങൾ സ്കൂളിൽ ടൈം കഴിഞ്ഞ് പോകുമ്പോൾ ഓട്ടോഗ്രാഫ് എഴുതുന്ന ഒരു സമ്പ്രദായമുണ്ട്. നമ്മുടെ ഓട്ടോഗ്രാഫിൽ എഴുതി ഒരു ഓട്ടോഗ്രാഫ് മേടിച്ച് ഒരു ഓട്ടോഗ്രാഫിന്റെ പേജ് നിറച്ച് നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കും. അതിൽ പക്വതയില്ലാത്ത എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. അതിപ്പോ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ചിലപ്പോൾ അതിനകത്ത് ഇപ്പൊ വായിച്ചു നോക്കുമ്പോൾ ഒരു തമാശയായിരിക്കും. എന്നാലും നമ്മൾ ഓട്ടോഗ്രാഫ് എഴുതി വെക്കും. അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്ന പോലെയായിട്ട് എനിക്ക് തോന്നി, പല നിമിഷത്തിലും തോന്നിയിട്ടുണ്ട്. അന്ന് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫ് എഴുതാൻ മുമ്പ് ഒരു ഓട്ടോഗ്രാഫിൽ ഒരു കൂട്ടുകാരൻ എഴുതുന്നത് ലൈഫ് ഈസ് ഷോർട്ട് ബട്ട് ലവ് ഈസ് ലോങ്. എനിക്ക് അതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. അന്ന് ഞാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷാണ്. അന്നൊക്കെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വലിയ ഒന്നും പ്രാബല്യം പഠിപ്പിക്കുന്ന കാലമൊന്നുമല്ല, മലയാളം മീഡിയം സ്കൂളുകളാണ്. അപ്പൊ ലൈഫ് ഈസ് ഷോർട്ട് ലവ് ഈസ് ലവ്. കാണാനും നല്ല രസമുണ്ട്, എഴുതുമ്പോൾ പറയാനും നല്ല രസമുണ്ട്. അർത്ഥം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാനും എല്ലാവർക്കും എഴുതി കൊടുത്തു. അങ്ങനെ തന്നെ കിടക്കട്ടെ, എല്ലാവർക്കും ഞാൻ എഴുതി കൊടുത്തു ലൈഫ് ഈസ് ഷോർട്ട് ബട്ട് ലവ് ഈസ് ലവ്. ജീവിതത്തിൽ ഞാനിപ്പോ ഒരു വിദ്യാർത്ഥിയായി, അത് കഴിഞ്ഞിട്ട് ഭർത്താവായി, അത് കഴിഞ്ഞിട്ട് അച്ഛനായി ജീവിതത്തിൽ ഇവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എല്ലാ അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട്, ആ വാക്കിന്റെ എല്ലാ അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുകയാണ് ലൈഫ് ഈസ് ഷോർട്ട് ബട്ട് ലവ് ഈസ് ലവ്. നിങ്ങളുടെ സ്നേഹം ഈ കൂട്ടായ്മ എപ്പോഴും എന്നും നിലനിൽക്കട്ടെ. നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് എല്ലാ ഓരോരുത്തരെയും ഇനിയും ചേർന്ന് വലിയൊരു വടവൃക്ഷമായിട്ട് വളർന്നു വരട്ടെ. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് തണലാകാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. തണലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനും ആർട്ടി സാറും ജോസ് സാറും കൂടി വെള്ളാരമ്പത്തിൽ ഒരു വീട്ടിൽ പോയി. അത് ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന
ഒരു കുട്ടിയുടെ വീട്ടിലാണ്. അവിടെ നമ്മൾ ചെന്ന് കാണണം. ഒരു വീട് ഒരു മലയുടെ മുകളിൽ കയ്യാല കെട്ടി, കയ്യാലകളുടെ 4-5 സ്റ്റെപ്പുകൾ കെട്ടി വേണം വീട്ടിലോട്ട് കയറാൻ. അത് ഞങ്ങൾ അവിടെ ചെന്നാൽ വീടിൻ്റെ അകത്ത് യാതൊരു വൃത്തിയില്ല, ജനലുകളുണ്ട്, ഒന്നിനും അടപ്പില്ല, ബെഡ്റൂമിന് വാതിലില്ല. ഇതിലൊക്കെ കട്ട ഒരു ബാത്റൂം ഉണ്ട് 4 അടി പൊക്കത്തിൽ. ഇത്രയും പൊക്കത്തിൽ ഇഷ്ടിക വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ സാരി വലിച്ച് കെട്ടിയാണ് അവർ ബാത്റൂമും ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു, അപ്പോൾ നമുക്കിത് ചെയ്തു കൊടുക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാവണം. നിങ്ങൾ ഓരോ ചാരിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കും ഇതുപോലെ അവസ്ഥയിലിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നിങ്ങൾക്ക് അവരെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ സാമ്പത്തികം ഉള്ള അല്ല അതിൻ്റെ മാനദണ്ഡം, മാനസികമായിട്ട് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നിങ്ങളുടെ കൂട്ടായ്മയിൽ അതൊക്കെ ശ്രദ്ധയിൽ വരുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കൂടിയ എല്ലാവർക്കും നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. എനിക്കൊരു 12 മണിക്ക് ഒരു കല്യാണത്തിൽ പങ്കെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ തുടർന്നുള്ള പരിപാടികളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തൊരു വിഷമമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ ഈ പരിപാടിയുടെ ആശംസകൾ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയാണ്. നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് ഒരിക്കൽ കൂടി മറവികൾ എല്ലാവർക്കും അനിവാര്യമാണ്, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. 78 ബാച്ച് എന്തോ പറയാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ആനീസ് ചേച്ചി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ആനീസ് ജോർജ് 78 ബാച്ച്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ എൻ്റെ അധ്യാപകര്, എൻ്റെ കൂട്ടുകാര്, ഞങ്ങളുടെ ബാച്ചിലെ മോളി അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. എങ്കിലും സമ്മിശ്ര വികാരങ്ങളോട് കൂടി ഇരിക്കുന്ന നമ്മള് അല്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ ബാച്ചിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. അതൊന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. എങ്കിലും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ വിദ്യാലയത്തോടും ഇവിടെ പഠിച്ച കാലത്തോടുമുള്ള നന്ദിയാണ്. പറയാൻ വിട്ടുപോയ കാര്യം പെട്ടെന്ന് പറയട്ടെ. ഞങ്ങൾ 160 പേര് SLC ബാച്ചിലുണ്ടായിരുന്നു എന്ന് കൂടി പറഞ്ഞു. ആ 160 പേരെയും കണ്ടുപിടിക്കാൻ ആദ്യം വളരെ കുറച്ച് പേരെ ഗ്രൂപ്പിലുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അന്നത്തെ ഒരു 10ാം ക്ലാസ്സിലെ ഫോട്ടോ, നമ്മുടെ ഒരു കൂട്ടുകാരി മോളും മത്തായിയുടെ കയ്യിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്നൊക്കെ ആ ഫോട്ടോ പോയെങ്കിലും മോളും മത്തായി സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു ഫോട്ടോയിൽ നിന്ന് കുറച്ചധികം പേര്, ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല, അവര് വളരെയേറെ കഷ്ടപ്പെട്ട് ആ ഫോട്ടോയിൽ നിന്നും മറ്റുള്ളവരുടെ അറിവുകളിൽ നിന്നും ഫോട്ടോയിൽ നിന്ന് ആളുകളെ ആദ്യം തിരിച്ചറിഞ്ഞ് അവരുടെ ബന്ധുക്കൾ വഴിയും പള്ളി വഴി സ്കൂളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു. അതുപോലെ വളരെ വളരെ കഷ്ടപ്പെട്ട് ഓരോരുത്തരെയും സംഘടിപ്പിച്ച് ഈ 158 പേരുടെ വിവരങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കുണ്ട് എന്നുള്ള, അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയണം എന്നുള്ള ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് കയറിയത്. എല്ലാവർക്കും ബിഷപ്പിന്റെ വിളിയൊക്കെ ആയി കാണുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞങ്ങൾക്ക് തികഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. അത്രയും പേരെ ഒരുമിച്ച് കാണാനും 2 പ്രാവശ്യം മീറ്റിംഗ് സംഘടിപ്പിക്കാനും ഇനി ഒരു ടൂർ സംഘടിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. ആ കാര്യമൊന്നും പറയാൻ വേണ്ടിയാണ്. ഞാൻ എന്നെക്കുറിച്ച് ഒരു വാക്ക് പറയാം. ഞാൻ ഇവിടെ നിന്ന് പഠിച്ചിട്ട് SLC കഴിഞ്ഞ് 1 വർഷം കോളേജിൽ പോയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ TTCക്ക് അഡ്മിഷൻ കിട്ടി, അത് പഠിച്ചു. അത് കഴിഞ്ഞ ഉടനെ തന്നെ കോതമംഗലം കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ സ്കൂളിൽ ജോലിക്ക് കയറി 1983 മുതൽ 2019 വരെ ജോലി ചെയ്തു. ഇപ്പം റിട്ടയർ ചെയ്ത് കോതമംഗലത്തിനടുത്ത് തന്നെ കോഴിപ്പള്ളിയിൽ താമസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എനിക്ക് ഇട്ടു സാറിനെയൊക്കെ കണ്ടിട്ട് എൻ്റെ ഹൃദയം, ഞാൻ അത്ര അന്നതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. കുറേ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇവിടെ ഇരിക്കണം കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു വീട്ടിൽ, അതെല്ലാം മാറ്റി വെച്ച് ടീച്ചേഴ്സിനെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് പ്ലാൻ ചെയ്തത്. പക്ഷെ നമുക്ക് വിധി നമ്മളെ മുഴുവനും അനുവദിച്ചില്ല. എങ്കിലും ഇത്രയൊക്കെ സാധിച്ചത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് Thank you. Well done by 78 batch for finding out their friends. Thank you once again.
അടുത്തതായിട്ട് ആശംസകൾ അറിയിക്കുന്നു മാതൃസംഘം ചെയർപേഴ്സൺ ശ്രീമതി മിനി സുധാകരൻ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം ആശംസിച്ച മാർട്ടിൻ സാർ, മാനേജർ മത്തായി സാർ, ഓർമ്മ പുതുക്കൽ പ്രഭാഷണം നടത്തിയ ജോർജ് സാർ, ഐസക് സാർ, ആശംസ അറിയിച്ച PTA പ്രസിഡന്റ് ഷാജു ബേബി, ഇന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസത്തെ വിദ്യാർത്ഥികളായ നിങ്ങളെല്ലാവരും, പിന്നെ പൂർവ്വ അധ്യാപകർ, അധ്യാപകേതര ജീവനക്കാർ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ മീറ്റിംഗ് ഇപ്പൊ ഈ സമയം ഒരുപാടായി നമ്മളെല്ലാവർക്കും വിശക്കുണ്ടെന്നറിയാം. ഞങ്ങൾ PTA ഭാഗമായിട്ട് 2 വാക്ക് പറയുന്നത്, ഞാനും ഇതുപോലെ തന്നെ നല്ല ഈ മോശമാളുണ്ടായിരുന്നു. വിദ്യാഭ്യാസപരമായിട്ട് അങ്ങനെ സാറ് വടിയെടുത്ത് നമ്മുടെ പിന്നാലെ നടക്കേണ്ട രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടാകും. അത്യാവശ്യം അക്കാദമിക്കൽ ലെവലുള്ള ആൾ തന്നെയാണ്. ഞാൻ പ്ലസ് ടു എന്നല്ല അത് പറയുന്നത്, നമ്മളൊക്കെ പറയുന്നത് PDC എന്നാണ്. PDC പഠിച്ചത് ശ്രീ ശങ്കര വിദ്യാപീഠം ഇരാവുരം എന്ന് പറഞ്ഞൊരു കോളേജിലാണ്. പിന്നെ ഡിഗ്രി ചെയ്തത് ശങ്കര കോളേജ് കാലടിയിലാണ്. പിന്നെ ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു വേറൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തേക്കുന്നയാളാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു എല്ലാവരെയും നിങ്ങളെല്ലാവരെയും കണ്ടു കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലിയിലേക്കൊന്നും നോക്കിയില്ല, ജോലിയിലായില്ല, അങ്ങനെ ഒരു ഇതുള്ളൂ. പക്ഷെ എന്താ ചെയ്തിട്ട് ഇപ്പോഴത്തെ നമ്മളിങ്ങനെ റീൽസിലൊക്കെ കാണുന്ന പോലെ പഠിച്ചു നന്നായി ഒരുപാട് ജോലി മേടിച്ചെങ്കിൽ ആ പണിയും ചെയ്യണം, നമുക്ക് വീട്ടിലെ പണിയും ചെയ്യണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു വിദ്യയാണ്. ഞാൻ വീട്ടിലെ പണി മാത്രം ചെയ്താൽ ഓഫീസിലുള്ള പണിയുടെ അളവുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് നിങ്ങളെല്ലാവരും വന്ന്, എനിക്ക് കുറച്ച് പേര് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഞാൻ വന്നത്. ഞാൻ വരുമ്പോൾ ഒരു 10-40 പേര് കൂടുതലൂടെ ഇല്ല. പക്ഷെ അതിനുശേഷം വന്നവർ അവരെല്ലാം ഇന്ന് ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു, വലിയ സന്തോഷത്തിലാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും ഇപ്പം ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചോളം തന്നെയാണ് ഇന്ന് കണ്ടപ്പോൾ മീറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല ഒരു ടൂർ സെറ്റ് ചെയ്താൽ പോലും ഇന്നത്തെ ദിവസത്തെ മെമ്മറി ഉണ്ടാവുന്നത്. അത്രയ്ക്കും ഹാപ്പിയായിരുന്നു. പിന്നെ പറയാനുള്ളത്, ഞാൻ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ നമുക്ക് സ്ത്രീകളെ പറ്റി പറയാം. നമ്മളെല്ലാവരും സ്ത്രീകളുടെ സ്കൂളായതുകൊണ്ട് സ്ത്രീകളുടെ കാര്യം തന്നെ പറയാം. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം എനിക്കൊരു മകളുണ്ടായതുകൊണ്ട്. പണ്ടൊക്കെ നമ്മളിങ്ങനെ വീടുകളിൽ 5-8-10 മക്കളുണ്ടാവുക നമ്മൾ പെൺകുട്ടികളാണെങ്കിൽ നമ്മൾ ബാധ്യതയായിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊന്നുമല്ല. പെൺകുട്ടികൾ നമ്മളെല്ലാവരും പറഞ്ഞ വിളക്കുമാണ്, പൊന്നുമാണ്, അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്ത് മോളി ചേച്ചി എന്നാണ് ആ ചേച്ചിയുടെ പേര് ഞാൻ നോട്ട് ചെയ്ത്, ആ മോളി ചേച്ചിക്ക് പ്രത്യേക നന്ദി പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും സംഘടിപ്പിക്കാന്നുള്ളത് ചെറിയ കാര്യമല്ല. US-ലും UAE-ലും ജർമ്മനിയിലും എല്ലാം ഉള്ളവരുടെ നമ്പർ തപ്പിപ്പിടിച്ച് എല്ലാവരെയും ഒരു പേജിന് മുന്നിലാക്കി ഒരു കൂട്ടായ്മയിലാക്കുന്നത് ഒട്ടും പെട്ടെന്ന് നടന്ന കാര്യമില്ല. അതിന് ഇൻട്രസ്റ്റ് എടുത്ത ചേച്ചിയോടും അതിന് ഇൻട്രസ്റ്റ് എടുത്ത എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ ഇത് ഇത്രയും വൈകിയത് കൊണ്ട് വേറെ ഒരുപാട് പറയാതെ തന്നെ ഞാൻ ഈ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ബാച്ച് വൈസ് നമ്മുടെ രജിസ്റ്ററിൽ പേരെഴുതി രേഖപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 76 മുതൽ 25 വരെയുള്ള വിദ്യാർത്ഥികൾ, നിങ്ങൾ എല്ലാവരും രജിസ്റ്ററിൽ നിങ്ങളുടെ പേരെഴുതി നിങ്ങളുടെ ഇയർ സഹിതം രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തതായിട്ട് 82 ബാച്ചിലെ ഇനി ആരെങ്കിലും വിദ്യാഭ്യാസ സൈഡിൽ നിന്ന് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക. പ്രായമായ അധ്യാപകര് എല്ലാവരും ഉണ്ട്, സമയം നീളുന്നുണ്ട്. ആരെങ്കിലും ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട് എങ്കിൽ.
അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഗാനം ആലപിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രീമതി റാണി പി എന്തോ 81 ബാച്ച്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളെ, 1981 ബാച്ചിലെ എൻ്റെ സഹപാഠികളെ, നേരം ഇത്രയും വൈകിയ വേളയിൽ നമ്മൾ പഠിച്ചതും മണ്ണപ്പം ചുട്ടതും ഒക്കെ പറഞ്ഞിരുന്നാൽ എല്ലാവർക്കും ബോറാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. എന്നെ 10ല് മാത്സ് പഠിപ്പിച്ച സാറിൻ്റെ ദേഹവിയോഗമാണ് ഇന്ന് നടന്നത്. ആ ഗുരുനാഥന് മുമ്പിൽ ഞാൻ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു ആദ്യമായിട്ട്. കൂടാതെ ഇത്രയും വിദ്യാർത്ഥികളെ ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിച്ച ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കുന്നു. ഇതിനു മുമ്പൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിലും ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ വന്ന് പങ്കെടുത്തിരുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞു എന്നതിന് മാത്രമല്ല, ആ പഴയകാല സൗഹൃദം ഒന്നും കൂടെ പുതുക്കാൻ നമുക്ക് സാധിച്ചു. അത് ഏറ്റവും വലിയ കാര്യമാണ്. ഇത്രയും വലിയ വേളയിൽ ഇനി കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല. ഗുരുനാഥന്മാർക്കും പ്രിയപ്പെട്ട സഹപാഠികൾക്കും ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പരിചയപ്പെടുത്തിയില്ല. ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തഹസിൽദാറായിട്ട് പെൻഷൻ പറ്റിയ ആളാണ്. എൻ്റെ പേര് റാണി പി എന്തോ. ഇവിടെ ചെങ്കരയാണ് എൻ്റെ വീട്. പെരുമ്പക്കുടിയിൽ എന്ന് പറയുന്ന വീട്ടിലെയായിരുന്നു. നന്ദി. വളരെ ചുരുങ്ങിയ സമയം ഒരു കവിതയാണ് നമ്മൾ ഇന്നത്തെ ഒരു അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞു. എങ്കിലും ജസ്റ്റ് ഒരു കവിത ശ്രീമതി ഗ്രേസി എം സ്റ്റീഫൻ 79 ബാച്ച്. എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ ഇവിടുത്തെ CK ഏലിയാസാറിന് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഞാനിവിടെ നിന്ന് 79 ബാച്ചിലെയാണ്. ഞാനൊരു കവിത ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേജിലേക്ക് ഇറങ്ങുന്നത്. അതിൽ തെറ്റുകൾ ഉണ്ടാവും, എല്ലാം ക്ഷമിക്കണം. മുരുകൻ കാട്ടാക്കട രേണുക എന്ന കവിതയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോൾ
അമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടു മേഘശകലങ്ങളാൽ അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘന ഭംഗികൾ പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളാൽ ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളാൽ ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം രേണുകേ നാം രണ്ടു നിഴലുകൾക്കിടയിൽ നാം രൂപങ്ങളില്ല കിനാവുകൾ പകലിൻ്റെ നിറമാണു നമ്മളിൽ നിലവും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ. താങ്ക് യു. ഒരു കാര്യം കൂടി സുശ്രീയെന്നോ 1980 ബാച്ച് എന്നിരുന്നാലും നമ്മളിവിടെ എല്ലാവരെയും ചേർത്ത് നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ അതിരിട്ട സ്നേഹമാണ്, കരുണയാണ്. ഇത്രയും പ്രായത്തിലും സാർമാരെ എല്ലാവരെയും കാണാനും ഈ സ്കൂളിൽ വരാനും നമ്മുടെ പ്രിയയിലെ സാറ് നിങ്ങളൊക്കെ മാർക്സ് പഠിപ്പിച്ചതാണ്. അപ്പോൾ ആ സാറിൻ്റെ വിയോഗത്തിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ ചെറിയ വലിയ പാട്ടുകാരിയൊന്നുമല്ല, എന്നാലും ദൈവത്തെക്കുറിച്ച് 2 വരി ഇത്തിരി വൈകി സാർമാർക്കൊക്കെ ഭക്ഷണം കഴിക്കേണ്ട സമയമായി. എന്നിരുന്നാലും എൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് 2 വരി പാട്ട് നിങ്ങളുടെ മുമ്പിൽ പാടാം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും
വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും ആ സ്നേഹമെന്നെ മറന്നാലും അനുഭവാദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. താങ്ക് യു വെരി മച്ച്. നമുക്ക് ഈ പ്രോഗ്രാംസ് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ ഓർമ്മ പുതുക്കലും നന്ദിയും ഒരു കവിതയോടുകൂടി തന്നെ അവസാനിപ്പിക്കാം. അപ്പോൾ നന്ദി പറയുന്നത് 82 ബാച്ചിലെ ശ്രീമതി ശോഭന ബിജിയാണ്. ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. നമ്മുടെ അധ്യാപകരെ എല്ലാവരെയും നിങ്ങൾക്ക് അഭിമുഖമായി ഇരുത്താം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരെ എല്ലാവരെയും കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടിരിക്കുന്നു, അധ്യാപകരെ ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് അഭിമുഖമായി ഇരുത്തുകയാണ്. കാരണം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും കാണാൻ കഴിയും. അപ്പോൾ ടീച്ചേഴ്സ് പ്ലീസ്. അപ്പോൾ ടീച്ചേഴ്സിന്റെ സജഷൻ ഇതാണ്. നിങ്ങളുമായി വർത്തമാനം പറഞ്ഞുകൊണ്ട് അവർ ഓരോരുത്തരായിട്ട് അങ്ങ് വന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊള്ളാമെന്നാണ് ടീച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ടീച്ചേഴ്സിന് അവര് സജഷൻ എല്ലാവരും കൂടെ നിന്നാൽ ഫോട്ടോ എടുത്ത് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരും. അപ്പോൾ എല്ലാവർക്കും ഇവരുടെ ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയും. അപ്പോൾ എന്നുള്ളതാണ് സജഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഒന്ന് തിരിഞ്ഞാൽ അവർക്ക് ഞാൻ 82 ബാച്ച് SSLC കഴിഞ്ഞു പോയ ആളാണ്. ഡിഗ്രി പഠിച്ചു. നഴ്സറി ടീച്ചേഴ്സ് കഴിഞ്ഞു. അപ്പൊ ടീച്ചർമാരെ എല്ലാം ഒരു നോട്ടപ്പള്ളിയായിട്ട് വെച്ചിട്ട് ഒരു ടീച്ചർ ആവണം എന്നായിരുന്നു ആഗ്രഹം. ടീച്ചർമാര് ക്ലാസ്സിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഞാൻ ചെന്ന് ബോർഡിൽ എന്തെങ്കിലും പടം വരയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതും. ആ ടീച്ചർ കാണിച്ച പോലെ ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പോഴത്തേക്ക് അടുത്ത ടീച്ചർ വരുമ്പോൾ ഓടി ബെഞ്ചിൻ്റെ അടുത്ത് പോയിരിക്കും. മഹാ കുസൃതിയായിരുന്നു. 10ാം ക്ലാസ് ബാച്ചില് എനിക്ക് ഓർമ്മ വരുന്ന സാറന്മാരെ ഉഷാമാണി സാറ്, ഇട്ടുമ്പ് സാറാണെങ്കിൽ എല്ലാവർക്കും ഓട്ടോഗ്രാഫില് ഭരണി നിറയെ ഭാവുകങ്ങൾ എന്നെഴുതി കൊടുക്കും. അതാണ് ഓർമ്മയിരിക്കുന്നത്. പിന്നെ സാറ് മുഴുവൻ അഡ്രസ്സ് എഴുതും. കുട്ടുപ്പൊക്കെ അറക്കൽ വായിക്കല അസനെന്ന് പറഞ്ഞ് തമാശ മട്ടില് സാറ് ഞങ്ങൾ 9ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിക്കുമ്പോൾ പറയും, എൻ്റെ പെൺപിള്ള ശരിയല്ല, അവള് പന്നിയുടെ സ്വഭാവമാണ്, ഒറ്റ പേര് 2 പിള്ളേരുണ്ട്. അത് സാറിന്റെ മലയാളം അധ്യാപക ക്ലാസ്സിലെ ഒരു തമാശയാണ്. അത് സാറിന് എൻ്റെ അമ്മ വീടിൻ്റെ അടുത്തായതുകൊണ്ട് സാറിന് ഞാനും കുസൃതിയാണ്. അതുകൊണ്ട് സാറ് എന്നെ എന്നും ഓർത്തിരിക്കും, എനിക്കറിയാം. പിന്നെ സാറുമാരല്ല 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്ലാസ്സില് ഞാനായിരുന്നു ക്ലാസ് ലീഡർ. സ്കൂൾ ലീഡറായിരുന്നു ആ വർഷം. ഓർക്കുന്നുണ്ടോ എല്ലാവരും അറിയില്ല. ക്ലാസ്സിലിരുന്ന് ഞാൻ തന്നെ ഈ പേനയുടെ പുറവശത്തൊരൊറ്റ ഊത്തൂതി നല്ല ബസ്സിൽ പോലെ കേട്ടു. എന്നെ തന്നെ വിട്ട് വടി എടുപ്പിച്ചുകൊണ്ട് വന്നാൽ എബ്രാം സാറ് 4 അടി തന്നു. അത്
എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ ബസ്സിൽ വന്നുകൊണ്ടിരുന്ന വലിയ പൊങ്ങച്ചക്കാരി പിള്ളേരായിരുന്നു. ആ KIC ബോർഡിലായിരുന്നു അച്ഛൻ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മാത്രം അന്നും സ്കൂൾ ബസ്സിലാണ് വരുന്നത്. സ്കൂൾ ബസ്സിൽ കയറ്റാത്തതിന് വടാട്ടുപാറയുള്ള പിള്ളേർ ഞങ്ങളെ കല്ലെറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കോർട്ടും സ്റ്റേജും എൻ്റെ ഒരു വലിയ സംഭവമായിരുന്നു. സ്റ്റേജിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എനിക്ക് കയറി പരിപാടി നടത്തണം. പ്രച്ഛന്ന വേഷം, പ്രസംഗം, പദ്യപാരായണം, ലളിതഗാനം, ഇതിനെല്ലാം കൂട്ടും. അപ്പൊ ഈ ടീച്ചർ എന്നെ പലരും അങ്ങാടി പെട്ടിയിലെ പെണ്ണ ഇത് എന്ന് പറയുമായിരുന്നു. അതെല്ലാം ചിലപ്പോൾ നമ്മളെ നന്നാക്കി എടുക്കാൻ നല്ലതായിരുന്നു. പലരും പടം വരയ്ക്കാൻ അറിയാവുന്ന ആളായിരുന്നുകൊണ്ട് അലേഷ്യ സാർ എന്ന് തന്നെ ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേ നീ ഒരു ഇന്ത്യയുടെ പടം വരച്ചിട്ടേക്കണം എന്ന് പറയും. ഞാൻ ഇന്ത്യയുടെ പടം വരയ്ക്കണ കൊടുത്ത് എൻ്റെ വീട് ഇടമലയാറിലാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു പോയിട്ട് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഇടമലയാറിൽ എഴുതി വെക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് സ്കൂളിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ഓർക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നമ്മുടെ അന്നത്തെ ജീവിതത്തിൽ നമുക്ക് ഈ സ്കൂളിൽ ഇന്ന് മൂത്രം കഴിക്കാൻ പോണ ബാത്റൂമില് എല്ലാവിധ അനുഗ്രഹങ്ങളോടുകൂടി ഒന്ന് കക്കൂസി പോകണമെന്ന് തോന്നിയാലും നമ്മുടെ പിള്ളേർക്കെല്ലാം പോകാൻ അവസരമുണ്ട്. പക്ഷെ അന്നത്തെ മൂത്രം ഒഴിക്കാൻ മാത്രമുള്ളതായിരുന്നു. അവിടെ പോയി രണ്ടാമത്തെ പണി ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ പിള്ളേർ അതിൽ അനുഗ്രഹീതരാണ്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സ്കൂളിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചത് ശബരിമല പമ്പ എന്ന പ്രദേശത്താണ്. കളിക്കാൻ മുറ്റമില്ല. 2ാം ക്ലാസ്സിൽ പഠിച്ചത് വണ്ടിപ്പെരിയാർ സ്കൂളിലാണ്. അച്ഛനിങ്ങനെ ബോർഡിലെ സ്റ്റാഫായിട്ട് മാറി മാറി പോകുമ്പോൾ എല്ലായിടത്തും പോകും. ആ 2ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൽ മൂത്രപ്പുരയില്ല. ഈ തേയില കാട്ടിലും അങ്ങോട്ട് മാറി കുറ്റിക്കാട്ടിലും ഒക്കെ ഇരുന്ന് മൂത്രം ഒഴിക്കും. 5ാം ക്ലാസ്സിൽ പഠിക്കാൻ ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം. മൂത്രപ്പുര അത് ഏറ്റവും വലിയ സംഭവം. വലിയൊരു കോർട്ട്, അവിടെ കളിക്കാം. ഇതൊക്കെയായിരുന്നു വലിയ സ്വപ്നങ്ങൾ. അന്ന് ഞാൻ അന്ന് രാജകൊട്ടാരം പോലെയാണ് നമ്മുടെ ബോയ്സ് ഹൈസ്കൂള്. ബോയ്സ് എന്ന് പറയുന്നില്ല, സ്കൂള്. അവിടുന്ന് പിരിച്ച് നമ്മളെ ഇവിടെ കൊണ്ടുവന്നപ്പോഴും ഇവിടെ പുരുഷത്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് വളർന്നു. 75ാം വാർഷികം ബോയ്സിൽ ആഘോഷിക്കുമ്പോൾ എനിക്ക് അവിടെ PTA കമ്മിറ്റിയിലെ അംഗമായിട്ട് ഇരിക്കാനും ഇതുപോലെ സ്റ്റേജിൽ കയറാനും അവസരം കിട്ടി. എൻ്റെ മകൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ തന്നെ നമ്മുടെ സ്കൂള് 75ാം വാർഷികം അല്ലെങ്കിൽ 95ാം വാർഷികം ആഘോഷിക്കുന്ന MSLPS വയസ്സാവുമല്ല ചെയ്തേക്കണേ. പിന്നെ ചെറുപ്പക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ. അതുപോലെ നമ്മുടെ സ്കൂളിന് നമുക്ക് ഒരു ഉപജീവന മാർഗത്തിനും അധ്യാപകർ നമുക്ക് നിർദ്ദേശങ്ങൾ തന്നും നല്ല അടി തന്നും. അന്ന് നമ്മൾ ഓരോ ടീച്ചർമാർക്ക് ഓരോ ഓമനപ്പേര് എടുക്കുമായിരുന്നു. വട്ടത്തിൽ വലിയ കമ്പനിട്ടുണ്ട് തന്നെ അന്നമ്മ സാറിന് ഞങ്ങൾ കുണിക്കി അന്നമ്മന്നാണ് വിളിച്ചോണ്ടിരുന്നത്. കുണിക്കി ആ അന്നമ്മ സാറ് എന്നെ പറഞ്ഞില്ല. ഞാൻ ഒരു ദിവസം എന്തിനോ എന്നെ തല്ലി കഴിഞ്ഞപ്പോ അന്നമ്മ സാറ് പറഞ്ഞു, സാറിനെ വെറുതെ അല്ല ഈ പിള്ളേരെല്ലാം കുണിക്കി അന്നമ്മന്ന് വിളിക്കുന്നേന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഓമനപ്പേരുണ്ടോന്ന് അന്ന് അന്നമ്മ സാർ എന്നെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു. ആ അന്നമ്മ സാറ് ഇവിടെ ഇരിപ്പുണ്ടോന്ന് എനിക്ക് അറിയില്ല. വർഷങ്ങൾക്ക് ശേഷം ആ ടീച്ചർ വർഷങ്ങൾക്ക് ശേഷം ആ ടീച്ചറിന്റെ വീടിന്റെ അയൽവക്കത്ത് എന്റെ നാത്തൂർ ഒരാൾ പോയി വാടകയ്ക്ക് വീടെടുത്തു. തേച്ച് കഴുകിയിടാനൊക്കെ ആയിട്ട് ഞാൻ അവിടെ ചെന്നു. പക്ഷെ ഈ വാടകയ്ക്ക് വന്ന ആൾക്കാരെ അറിയില്ല. ഇപ്പൊ അങ്ങനെയാണല്ലോ, നമ്മൾ ഒതുങ്ങി കൂടിയില്ലോ എല്ലായിടത്തും. വന്ന ആൾക്കാരെ അവർക്കറിയില്ല. ഇവിടെ ആരെ കഴുകാൻ വന്നേക്കണെന്ന് അറിയില്ല. അപ്പൊ എന്നെ ഒളിഞ്ഞു നോക്കിയിട്ട് എന്നെ കണ്ടു. അപ്പൊ സംശയമുണ്ട് പുറത്തിറങ്ങി വന്ന് ചോദിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ എന്റെ നാത്തൂനവിടെ ചെന്ന് കഴിയുമ്പോൾ ചോദിച്ചു, ഇവിടെ തേച്ച് കഴുകിയിടാൻ വന്ന പെണ്ണാരാ? ഒരു ചെറുക്കനും പെണ്ണും കൂടെ ഇവിടെ വന്നല്ലോ. അതെന്റെ നാത്തൂനാന്ന് പറഞ്ഞു. ആ പെണ്ണിന്റെ പേര് ശോഭനാന്നാണോ? ആ ഇടമലയാറിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു പെങ്കൊച്ചാണോ എന്ന് ചോദിച്ചു. ആ അതെ അതെ ശോഭനയാണെന്ന് പറഞ്ഞു. പിറ്റേ പ്രാവശ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ടീച്ചർ ഇറങ്ങി വന്നു, എന്നോട് സംസാരിച്ചു, വളരെ കൂട്ടായി. പിന്നെ ഹസ്ബൻഡ് മരിച്ചപ്പോഴും ഞാൻ പോയിരുന്നു. അങ്ങനെയാണ് നമ്മളെ ഏതെങ്കിലും ഒരു കുസൃതി കാണിച്ചു വെച്ചെങ്കിൽ നമ്മുടെ വലുപ്പുള്ള സാറന്മാര് നമ്മളെ ഓർത്തിരിക്കുള്ളൂ. ഇവരെ പലരെയും കാണാറുണ്ട്. സാറിനെ കണ്ടിട്ട് ഒത്തിരി നാളായി. സാറിനെ കാണാറുണ്ട്. സാറിനെ കണ്ടിട്ട് ഒത്തിരി നാളായി. ഏലിയ സാറിനെ എന്നും കാണാറുണ്ടായിരുന്നു. എബ്രാം സാറിനെ കാണാറുണ്ട്. എബ്രാം സാർ അടിച്ചതൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല. പിന്നെ ഈ ഉഷാമാണി സാറും നല്ല പൊട്ടിയിൽ തന്നിട്ടുണ്ട്. അതൊക്കെ ഇന്ന് പൊട്ടിയിലില്ല, പിള്ളേർക്ക് ആർക്കും പൊട്ടിയില്ല. പിന്നെ ഞാൻ സ്പോർട്സിന്റെ ആളായിരുന്നു. മേൽ ടീച്ചർ അവിടെ ഇരിക്കണ്ടല്ലോ.
ടീച്ചർ ഞങ്ങൾ കൂടെ വൈകുന്നേരം ഇവിടെ ഓടാൻ നിൽക്കുമ്പോൾ ടീച്ചറിനോട് ഞങ്ങൾ വെല്ലുവിളിക്കും. ടീച്ചർ ഉരുണ്ടുരുണ്ടല്ലേ ഓടുള്ളൂ, ഞങ്ങളുടെയൊക്കെ മുമ്പ് കയറുമെന്ന് ചോദിക്കും. ടീച്ചർ എത്ര ഉരുണ്ടാലും ഞങ്ങളുടെ മുമ്പ് കയറില്ല. അന്ന് ഞങ്ങൾ ഒരു ലിസി ഉണ്ട് ഓടാട്ടോറയിൽ വരുന്നത്, ഞാനും ഉണ്ട്, ഒരുവിധം ഓടണമില്ലായിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു നിങ്ങളൊന്ന് മത്സരിച്ച് നോക്കിയാൽ നമുക്ക് ഓടാന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ ഈ 10-50 വയസ്സായ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഓടി. ഞങ്ങളുടെ 200 മീറ്റർ പുറകിലായിരുന്നു 2-3 വളയം ഓടിക്കഴിഞ്ഞപ്പോ ടീച്ചർ ഉരുണ്ടുരുണ്ട് മുമ്പ് തന്നെ പോയി. അതാണ് നമുക്കൊരു മാതൃകയായിട്ട് നിന്നതും നമ്മളെ ഏത് രീതിയിൽ ഇന്നും. ഞാൻ ചെറിയൊരു പാർട്ട് ടൈം ജീവനക്കാരിയാണ്, ലൈബ്രറിയാണ് പഞ്ചായത്തില്, കുട്ടമ്പുഴ പഞ്ചായത്തില്. പടം വരയ്ക്കും, അസലായിട്ട് പടം വരയ്ക്കും. അതിലെനിക്കൊരു അവസരം കിട്ടിയത് ചിത്രം സാർ ഉണ്ടായിരുന്നു. കുര്യക സാറ് പോയി കഴിഞ്ഞ് ചിത്രം സാർ വന്നു. ഞാൻ ഡിപ്ലോമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചിത്രം സാർ എന്നോട് പറഞ്ഞു, എടി സ്കൂളിൽ വേക്കൻസി ഉണ്ട്, നീ കയറിക്കോ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ ഇവിടെ ചോദിച്ചു വന്നു, വേറെ ഔദ്യോഗികമായിട്ടല്ല, ചുമ്മാ ചോദിച്ചു പറഞ്ഞു ഒരു 3-4 വർഷം ശമ്പളം ഇല്ലാതെ പഠിപ്പിക്കേണ്ട വരും എന്ന് പറഞ്ഞു. പഠിക്കാൻ വന്നത് ഈറ്റ കീറിയ പനിമ്പ് കഴിഞ്ഞും ഒത്തിരി കഷ്ടപ്പെട്ട. ഇനി ജോലി ചെയ്യുമ്പോഴും ഈ നല്ല തുണിയും നല്ല സോപ്പും മേടിച്ച് തുണി അലക്കി നല്ല തുണി മാറിയിട്ടുണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടട്ടെ, അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചു. പിന്നീടാണ് അറിയണേ ഇത് വേക്കൻസി ഇവിടെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരാൾ തന്നെ ഒരു 3 വർഷമോ 2 വർഷമോ പഠിപ്പിച്ചു കഴിഞ്ഞ് ഇതിനുള്ളൊരു ഇത് ഉണ്ടാക്കിയെടുത്താൽ ഇവിടെ ജോലി ശരിയാകും എന്നുള്ള ബോധം നമുക്ക് ഇല്ലാതെ പോയി. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തുമില്ല. അത് ഒരു മണ്ടത്തരം. എന്നാലും ചെറിയൊരു ജോലിയുണ്ട്, ലൈബ്രറിയനാണ്. ഇത്രയൊക്കെ ഓർമ്മകൾ നമ്മളെ ഇരിക്കുന്നു. എൻ്റെ മുഖം നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ഈ കണ്ണാടി അന്നും കൊണ്ട് പൊട്ടക്കണ്ണിയാണ്, ഇപ്പോഴും കണ്ണാടി ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും ഓർത്തിരിക്കും. ഒരു ചെറിയ പാട്ട് നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് പാടാം. നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ്. സ്റ്റേജ് ഒത്തിരി പങ്കുവച്ച ആളാണ്, അതുകൊണ്ട് എനിക്കിത് പാടാൻ തോന്നുന്നു. പാടാൻ കഴിയട്ടെ. കവിതയുടെ പേര് കൂട്ടുകാരൻ എന്നാണ്. കൂടപ്പിറപ്പല്ല ഇവനെന്റെ നിറമല്ല, മതമല്ല ഇവനെന്റെ ജാതിയല്ല, ഭേദങ്ങൾ തിരിയിട്ട കെട്ടകാലത്തിന്റെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ, ഭേദങ്ങൾ തിരിയിട്ട കെട്ടകാലത്തിന്റെ മുമ്പേ പിറന്നവർ കൂട്ടുകാരൻ. കൂട്ടായതെന്നെനിക്കറിയില്ല, കരളിൽ കരുത്താണ് കൂട്ടാണ് കൂട്ടുകാരൻ. ക്ലാസ് മുറിക്കപ്പുറം ലോകമുണ്ടെന്നുള്ള പാഠം പകർന്നവൻ കൂട്ടുകാരൻ, ക്ലാസ് മുറിക്കപ്പുറം ലോകമുണ്ടെന്നുള്ള പാഠം പകർന്നവൻ കൂട്ടുകാരൻ. പന്തു കളിക്കുവാൻ പന്തയം വയ്ക്കുവാൻ പകയൊട്ടു മരുതെന്നു ചൊല്ലിടുമ്പോൾ, പന്തു കളിക്കുവാൻ പന്തയം വയ്ക്കുവാൻ പകയൊട്ടു മരുതെന്നു ചൊല്ലിടുമ്പോൾ, പങ്കിട്ടെടുക്കുവാൻ പാഠം പഠിപ്പിച്ച ഓർമ്മകൻ കൂട്ടുകാരൻ. കൂടപ്പിറപ്പല്ല ഇവനെന്റെ നിറമല്ല, ഇവനെന്റെ മതമല്ല ജാതിയല്ല, പല നിറമുള്ള കൊടികൾക്കു കീഴനാം പണിതീർത്തു നല്ലൊരു സൗഹൃദങ്ങൾ, പല നിറമുള്ള കൊടികൾക്കു കീഴനാം പണിതീർത്തു സൗഹൃദ സ്വപ്ന സൗധം. ഇങ്കിരാവിന്റെ മുഴക്കമൊഴിഞ്ഞപ്പോൾ ഇലവച്ചു നാമുണ്ടു സൗഹൃദച്ചോർ, ഇങ്കിരാവിന്റെ മുഴക്കമൊഴിഞ്ഞപ്പോൾ ഇലവച്ചു നാമുണ്ടു സൗഹൃദച്ചോർ. സ്വപ്നത്തിലേക്കുള്ള വഴിയിലൻ സ്വർഗ മാർഗത്തിലെ മതചിന്തയും അതിരുകെട്ടി തിരിച്ചേകനായി നിൽക്കവേ, അതിരുകെട്ടി തിരിച്ചേകനായി നിൽക്കവേ അറിയുന്നു ഞാൻ എന്റെ നഷ്ടസ്വർഗം. കൂടപ്പിറപ്പല്ല ഇവനെന്റെ മതമല്ല, ഇവനെന്റെ നിറമല്ല ജാതിയല്ല, ജാതി മതങ്ങളും പ്രത്യയ ശാസ്ത്രവും ജലമൂർത്തി വീണ്ടോ ഈ മരുഭൂമിയിൽ മരുപ്പച്ചയായി മറു സ്നേഹത്തിനുറമയായി എത്തുമോ നീ എന്റെ കൂട്ടുകാര, നമ്മിലൂറുമോ വീണ്ടും ഈ സൗഹൃദത്തെ. കൂടപ്പിറപ്പല്ല ഇവനെന്റെ മതമല്ല, നിറമല്ല
നല്ല ജാതിയല്ല. തോൽപ്പിക്കുവാൻ എന്റെ ചുറ്റിലും ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കുകയില്ല ഞാൻ, തോൽക്കുകയില്ല ഞാൻ, തോൽക്കുകയില്ല ഞാൻ. പാട്ടുപാടി കഥയെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ കാര്യം പറഞ്ഞു. നന്ദി പറയുക എന്നുള്ളതാണ് എന്റെ കടമ. എല്ലാരും വിശന്നിരിക്കുകയാണ്. എനിക്ക് വിശപ്പെട്ട് ഷുഗറുണ്ട്, ചിലപ്പോൾ തളാറങ്ങി വീഴും. സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എൻ്റെ അധ്യാപകൻ ജോർജ് സാറ്, പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ HM അനധ്യാപകര്, എൻ്റെ പൂർവിക അധ്യാപകര്, അടിച്ചും ഞുള്ളിയും തല്ലിയും ഞങ്ങളാക്കി മാറ്റിയ മുഴുവൻ അധ്യാപകർക്കും ഈ കൂട്ടായ്മ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത് ഇതിന്റെ പേരിൽ അധ്യാപകർക്കും മുഴുവനും ആദ്യമായി നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്ന് കൂടിയ ചേച്ചിമാരും അനിയത്തിമാരുമായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത് നമുക്കൊരു സ്വപ്നം പോലെ കാത്തു സൂക്ഷിക്കാം. ഇന്നത്തെ കുട്ടികൾക്ക് ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ ഉള്ള ബന്ധങ്ങളുണ്ട്, നമുക്കില്ല ആ ബന്ധങ്ങള്. അതുകൊണ്ട് ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ എല്ലാ വിധത്തിലും നമുക്ക് കഴിയട്ടെ എന്നും ഈ സമയത്ത് പറയുന്നു. ഇവിടെ വന്നു കൂടിയ മുഴുവൻ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ ടീച്ചർമാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, എല്ലാവരും ചുരിദാറിട്ടേക്കും. അതുകൊണ്ട് ആരും തിരിച്ചറിയാൻ പാടില്ല. ഈ സ്കൂളിൽ പഠിച്ചു പോകാൻ അവസരം കിട്ടിയതും നമ്മുടെ എല്ലാ വിധ ആശംസകളും നമുക്ക് തന്നും നമ്മളെ ഇതിലേക്ക് വിളിച്ചവർക്കും എല്ലാം നന്ദി. ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേർക്കും, അധ്യാപകർക്കും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ എൻ്റെ കടമയിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അങ്ങനെ 1976 മുതൽ 2025 വരെയുള്ള ബാച്ചുകൾ ഒത്തുകൂടിയപ്പോൾ സെന്റ് സ്റ്റീഫൻസ് ഗേൾസ് ഹൈസ്കൂൾ, സെന്റ് സ്റ്റീഫൻ എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സെന്റ് സ്റ്റീഫൻസ് ഗേൾസ് ഹൈസ്കൂൾ ഗുരുസവിധമല്ലയോ പഠന കല വിളയുന്ന പുണ്യതീരം. ഗണിത ഗുണവല്ലഭാ ഗുരുസവിധമല്ലയോ പഠന കല വിളയുന്ന പുണ്യതീരം. അധ്യാപനത്തിന്റെ അമൃതം ചൊരിഞ്ഞു നീ അതിലോലം 30-ലേറെ വർഷം. അറിയുന്നു ഞങ്ങൾ നിൻ സ്നേഹവർഷം, അറിയുന്നു ഞങ്ങൾ നിൻ സ്നേഹവർഷം. ശക്തരിൽ ശക്തനാം തമ്പുരാൻ വാഴ്ന്നതാം രാജകുലത്തിന്റെ പിൻഗാമിനി മരുതൂര് കൃഷ്ണനാം മേനോന്റെ വഴികളിൽ തിരിയായി തെളിയുന്ന പ്രിയ ശിഷ്യൻ നീ. ജയരാമ സഖനായി രേണുകാനാഥനായി മരുവുന്ന വിദ്യാപ്രചാരകൻ നീ. ഗണിത ഗുണവല്ലഭാ ഗുരുസവിധമല്ലയോ പഠന കല വിളയുന്ന പുണ്യതീരം. വേദഗണിതോത്തമൻ നീ വിടർത്തി
വിജ്ഞാന നിറവിന്റെ ശ്രീവിഭാതം വേദനകളാറ്റുവാൻ നേർവഴി തേടുവാൻ മാതൃകകളേകുന്നു നിൻ ജീവിതം തലമുറകളറിവിന്റെ തിരുമധുരമുണ്ണവേ തരളിതമാകുന്നു നിൻ ഹൃദയം ഗണിത ഗുണവല്ലഭ ഗുരു സവിധമല്ലയോ പഠനകള വിളയുന്ന പുണ്യതീരം പൈതലായി തീർന്നു പോകുന്നു.